everyone. Magic morning. മാജിക് മോർണിംഗ്. ബി മാജിക്കിന്റെ 2248 സൂം മീറ്റിംഗിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഡോണ്ട് ടേക്ക് എനിത്തിങ് പേഴ്സണലി എന്ന ടോപ്പിക്കിനെ പറ്റി നമുക്ക് വേണ്ടി ഇന്ന് സെഷൻ എടുക്കുന്നത് ട്രെയിനർ ആൻഡ് സക്സസ് കോച്ച് ആയിട്ടുള്ള ഓസ്റ്റിൻ സാർ ആണ്. വെൽക്കം ഓസ്റ്റിൻ സാർ. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ? ഓക്കെ അല്ലേ? കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡോൺ ഇംപെക്കബിൾ വിത്ത് യുവർ വേർഡ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ വേർഡ്സിനെ എങ്ങനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം, വേർഡ്സ് നമ്മൾ പറയുന്നതിൽ എത്രത്തോളം ഡിഫറൻസ് ഉണ്ട്, അതുപോലെ തന്നെ ആ വേർഡ്സിന്റെ പവർ എന്താണ് എന്നൊക്കെ നമ്മൾ കണ്ടു. നമ്മളുടെ വേർഡ്സ് വെച്ചിട്ട് നമ്മുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാന്നുള്ള കാര്യം നമ്മൾ കണ്ടു. അപ്പോൾ ആരെങ്കിലൊക്കെ അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയോ? ആരെങ്കിലും? എവിടെ ആരെങ്കിലും? ഇന്ന് കുറെ പേര് കുറവാണോ? മൊത്തത്തിൽ ആൾക്കാർ കുറവുള്ള പോലെ 13 പേരുള്ളല്ലോ. ഈ ആഴ്ച എങ്കിൽ മൊത്തത്തിൽ ഇങ്ങനെയാണോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്തെങ്കിലും ഒന്നും മിണ്ട്. സ്റ്റാർട്ട് ചെയ്യേ. യെസ് സർ. ഏ പ്രാക്ടീസ് കുറച്ച് ചെയ്യാൻ പേര് ഫുട്ബോളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് കുറവാണ്. അതിനിപ്പം പതിയെ കൊണ്ടുവരണം. ഏത് കഴിഞ്ഞതിന് ശേഷം? ഫുട്ബോള് ഓ, ഇതിനകത്ത് ഫുട്ബോൾ കാണുന്ന ആൾക്കാരുണ്ടായിരുന്നോ? വെരി ഗുഡ്. എനിവേ ഓക്കെ ഫൈൻ. ഇല്ല, കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നല്ലോ, 10-12 പേരുണ്ടായിരുന്നു. ഇന്നിപ്പോ 13 പേരേ ഉള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഫുട്ബോൾ കഴിഞ്ഞിട്ടായില്ലേ? ഉണ്ടാവില്ലേ? ഓക്കെ. ഇനി പ്രശ്നമില്ല, ഞാൻ ചോദിച്ചതാണ്. മുസ്തഫ സാറ് കുറച്ച് ദിവസം കണ്ടില്ല തോന്നുന്നു. രണ്ടാഴ്ച. സാറ് മ്യൂട്ടാണ്. ചേട്ടേ, ഏതാ? പനി ശരീരം പനി ഇതൊക്കെ വന്നപ്പോ സാറിനെയും കണ്ടിട്ട് കുറച്ച് ദിവസം. കാര്യം ഈ മഴ ആയതുകൊണ്ടായിരിക്കും അല്ലേ. ഞാൻ ഈ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരെ നമ്മൾ ഓർത്തിരിക്കുമല്ലോ, അതുകൊണ്ട് കാണാണ്ടായപ്പോ ചോദിച്ചതാണ്. 2 ആഴ്ച കണ്ടില്ല എന്നാണ്. എനിവേ, നമുക്കപ്പൊ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി എന്നുള്ള സംഭവമാണ്. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചത്, സങ്കടപ്പെട്ടത്, ജീവിതത്തിൽ ഏറ്റവും കണ്ണീര് കുടിച്ചത് നമുക്ക് സാമ്പത്തിക പ്രശ്നം വന്നപ്പോഴോ അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിട്ടപ്പോഴോ ഒന്നുമല്ല എന്ന് എനിക്ക് പറയാൻ പറ്റും. നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടതും കരഞ്ഞതും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ടവര് നമുക്കെതിരെ എന്താ പറയാ വീശിയ കുത്തുവാക്കുകൾ കേട്ടിട്ടായിരിക്കും. എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളപ്പോഴും എത്ര പ്രശ്നങ്ങളുള്ളപ്പോഴും അതിനേക്കാൾ ഉപരി നമ്മളെ സങ്കടപ്പെടുത്തിയതും നമ്മളെ വിഷമിപ്പിച്ചതിന്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാല് അത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെയോ ബോസിന്റെയോ ആരുടെയെങ്കിലൊക്കെ വളരെ അതിശക്തമായ വാക്കുകൾ കേട്ടിട്ടായിരിക്കും നമ്മൾ കരഞ്ഞു. അവരെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, അവരെന്നെ എത്രത്തോളം നോവിച്ചു എന്നുള്ളതൊക്കെ നമ്മളെ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ നമ്മളെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോ അത് എല്ലാവർക്കും ആ ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല്, ഇതില് ആരെങ്കിലും ഇങ്ങനെ ഒരാളുടെ വാക്കിനാൽ പോലും മുറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇല്ല, ഞാൻ ആരുടെയും വാക്ക് കേട്ട് മുറിഞ്ഞിട്ടില്ല എന്നൊന്ന് ഉണ്ടെങ്കിൽ ഒന്ന് എസ് എന്ന് കമന്റ് ചെയ്യാവോ? എല്ലാത്തവരും നോ അടിച്ചാൽ മതി. വാക്കുകാലം മുറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആരെയും വാക്ക് കേട്ട് മുറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എസ് എന്ന് പറയാ, ഇല്ലെങ്കിൽ നോ എന്ന് പറയാ. വാക്കായിട്ട് മുറിഞ്ഞിട്ടേ ഉള്ളത്. മുറിഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ. നോ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഷീജ മാഡത്തിനൊന്നും ആരും വാക്കുകൊണ്ട് വേദനിപ്പിച്ചിട്ടില്ല. നോ എന്ന് പറഞ്ഞാല് നിങ്ങള് മുറിഞ്ഞിട്ടുണ്ടെന്നല്ല. ഓക്കെ, വെരി ഗുഡ്. എനിവേ, ഫൈൻ. അപ്പൊ നമ്മളെല്ലാവരുടെയും ഒരു പ്രശ്നമാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മറ്റുള്ളവരുടെ വാക്കിനാല് ഭയങ്കരമായിട്ട് മുറിയുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവരുടെയൊക്കെ വാക്കിനെ വളരെ പേഴ്സണലൈസ്ഡ് ചെയ്ത് എടുക്കുന്നത് കൊണ്ടാണ്
നമ്മുടെ ലൈഫ് ഇങ്ങനെ സങ്കടപ്പെട്ടും വിഷമിച്ചും ഒക്കെ പോണതിന്റെ ഒരു കാരണം. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് വെച്ചാല്, നമ്മൾ ഒരിക്കലും നമ്മുടെ മറ്റുള്ളവരുടെ വാക്കിനാല് മുറിയപ്പെടേണ്ടവരല്ല. അതെന്തുകൊണ്ടാണ് നമുക്ക് മുറിയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, അവര് പറയുന്ന എല്ലാ വാക്കിനെയും നമ്മൾ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ സ്വന്തമാക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ വാല്യൂ തീരുമാനിക്കുന്നത് മറ്റുള്ളവരുടെ വാക്കുകളല്ല. ഞാൻ നിങ്ങളോട് ഒരു കഥ പറയും. ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുള്ളവർക്ക് ഈ ഒരു സാഹചര്യമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. ഒരു ഗുരുവിന്റെ അടുത്ത് ഒരു ശിഷ്യൻ ചോദിച്ചു, എന്റെ ജീവിതത്തിന്റെ വില എത്രയാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ബാക്കില് യാർഡിൽ കിടക്കുന്ന ഒരു കല്ലുണ്ട്. ഈ കല്ല് കൊണ്ടിട്ട് നീ ഒരു മാർക്കറ്റില് ഒന്ന് കൊണ്ട് കാണിക്കുക, അതിന് എത്ര വില തരുമെന്ന് അവരോട് ചോദിക്കുകയും അവര് നിന്നോട് ബാർഗെയിൻ ചെയ്യും, പക്ഷെ നീ അത് കൊടുക്കരുത്. അപ്പൊ ആ പയ്യന് അറിയില്ല, ഒരു സാധാ ഒരു കല്ല്, ആ കല്ല് എടുത്ത് കൊണ്ടുപോയി മാർക്കറ്റിൽ കൊണ്ട് കാണിച്ചു. അവിടുത്തെ ഒരു പെണ്ണ് ആദ്യം ഒരു $2 കൊടുക്കാന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു ഇല്ല $20 കൊടുക്കാം. അപ്പം അതിന്റെ ഇത് കാണാനൊരു കുറച്ച് ഭംഗിയുണ്ട്. അപ്പൊ ഈ പച്ചക്കറി ഒക്കെ വെക്കുന്നതിന്റെ കൂട്ടത്തില് ഈ സാധനം ഒന്ന് പറന്നു പോകാതെ വെക്കാം എന്നുള്ള രീതിയിലാണ് അവർ ആ കല്ലിനെ കണ്ടത്. തിരിച്ചു വന്നിട്ട് ആ ശിഷ്യൻ പറഞ്ഞു, ഞാൻ മാർക്കറ്റിൽ പോയി, അവർ ആദ്യം $2 പറഞ്ഞു, പിന്നെ $20 തന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. എന്റെ ജീവിതത്തിന്റെ വാല്യൂ എന്താണ്? അപ്പൊ വീണ്ടും ആള് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, അടുത്ത ദിവസമായി കഴിഞ്ഞപ്പോ നീ ഈ കല്ലുകൊണ്ട് മ്യൂസിയത്തിൽ ഒന്ന് കാണിച്ച് കൊടുക്ക്. അവര് പറയും, വില പറയും, ബാർഗെയിൻ ചെയ്യും, പക്ഷെ നീ അതിന് കൊടുക്കണ്ട, നീ അത് തിരിച്ചു കൊണ്ടുവരെ. അവിടെ ചെന്ന് എന്ത് ചോദിച്ചാലും വില എത്രയാന്ന് വെച്ചാൽ നീ വെറുതെ ഇങ്ങനെ 2 വിരല് മാത്രം പൊക്കി പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഈ പയ്യൻ വീണ്ടും മ്യൂസിയത്തിൽ ചെന്ന് ഈ കല്ല് കാണിച്ചു കൊടുത്തു. അവര് വില ചോദിച്ചു, കൈ 2 ഉയർത്തി പിടിച്ചു. അപ്പൊ എടുത്ത വഴി ഇവര് ചോദിച്ചു, $2000 തരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇല്ല, പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് $20,000 കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോ അപ്പോഴും ഇവൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ കല്ല് പിടിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നു. പിറ്റേ ദിവസം വീണ്ടും ഗുരുവിന്റെ അടുത്ത് വന്നപ്പോൾ ഗുരു പറഞ്ഞു, നീ ഇതൊരു കാര്യം ചെയ്യും, ഒരു ആന്റിക് ഷോപ്പില്, പഴയ സാധനങ്ങളൊക്കെ എടുക്കുന്ന ഒരു ആന്റിക് ഷോപ്പില് നീ ഇതൊന്ന് കൊണ്ട് കാണിച്ചു കൊടുക്ക്. എന്നിട്ട് റേറ്റ് ചോദിക്കുക. അവിടെയും നീ ബാർഗെയിൻ ചെയ്യും, നീ കൊടുക്കണ്ട, നീ സാധനം തിരിച്ചു കൊണ്ടുവരാൻ പറയും. അങ്ങനെ ആന്റിക് ഷോപ്പിൽ ചെന്നിട്ട് ഈ ഒരു കല്ല് കാണിച്ചു കൊടുത്തു. അദ്ദേഹം അതിന്റെ വില ചോദിച്ചു, ഇവൻ 2 കാണിച്ചു. അപ്പൊ എടുത്ത വഴി അവർ പറഞ്ഞു $2,00,000 തരട്ടെ എന്ന് ചോദിച്ചു. അവൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ചു വന്നു. അപ്പൊ വീണ്ടും ഇവിടെ വന്നു കഴിഞ്ഞപ്പോ $2,00,000 ആണ്, $2,00,000. അപ്പൊ ഗുരുവിനോട് വളരെ എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞു, ഇതിന് $2,00,000 അവർ തരാമെന്ന് പറഞ്ഞു. എന്റെ ലൈഫിന്റെ വാല്യൂ എന്താണ്? അപ്പോഴാണ് ഗുരു പറഞ്ഞത്, നിങ്ങളുടെ ലൈഫിന്റെ വാല്യൂ എന്ന് പറയുന്നത്, നിന്റെ ലൈഫിന്റെ വാല്യൂ എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത് നീ എവിടെയാണോ ആളുകളുടെ അടുത്ത് നിൽക്കുന്നത്, അവരാണ് നിന്റെ ലൈഫിന്റെ വാല്യൂ തീരുമാനിക്കുന്നത്. നീ മാർക്കറ്റിലാണ് നിൽക്കുന്നെങ്കിൽ നിനക്കൊരു മാർക്കറ്റിലുള്ള വാല്യൂ $2 $20 ഒക്കെ ആയിരിക്കും നിനക്ക് കിട്ടുന്നത്. നീ അതൊരു മ്യൂസിയത്തിലാണെങ്കിൽ ആ മ്യൂസിയത്തിൽ അവര് $2,000 തരാൻ തയ്യാറായി, ആന്റിക് ഷോപ്പിൽ $20,000. എന്ന് വെച്ചാല് നീ ഒരു പ്രൈസ്ലെസ് ആണ്. നിന്റെ വാല്യൂ തീരുമാനിക്കുന്നത് പലപ്പോഴും ആളുകളുടെ ഒപ്പീനിയനും ആളുകളുടെ താല്പര്യം അനുസരിച്ചാണ് വാല്യൂ തീരുമാനിക്കേണ്ടത്. അതല്ല നിന്റെ വാല്യൂ. നിന്റെ വാല്യൂ പ്രൈസ്ലെസ് ആണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, നമ്മൾ എപ്പോഴും നമുക്ക് വിലയിട്ടേക്കുന്നത് എന്താണ്? നമ്മുടെ ബന്ധുക്കളുടെ, നമ്മുടെ ഭാര്യയുടെ, നമ്മുടെ ഭർത്താവിന്റെ, നമ്മുടെ മക്കളുടെ, മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് അത് മുഴുവനും സത്യമാണെന്ന് വിശ്വസിച്ച് ഒരു വിലയില്ലാത്തവരായിട്ടും ഒരു 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 ഗുണമില്ലാത്തവരാണ്, ഞാൻ ഒന്നിനും കൊള്ളില്ലാത്തവളാണ്, ഞാൻ ഒന്നിനും കൊള്ളില്ലാത്തവളെന്ന് വിചാരിച്ച് നമ്മുടെ ജീവിതം തള്ളി നീക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ള കാര്യം വെച്ചാല്, നിങ്ങളുടെ വില എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെയുള്ളവര് നിങ്ങൾക്ക് തരുന്നതല്ല, മറിച്ച് കൂടെയുള്ളവര് നിന്നോട് നിങ്ങളോട് സംസാരിക്കുന്നത് വെച്ചാൽ അവന്റെ വിലയും അവന്റെ ഉള്ളിലുള്ള അവസ്ഥയും വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകുന്നു, ആ സ്ഥലത്തുള്ള ആള് നിങ്ങളോട് വളരെ ഒന്നും ചെയ്യാതെ തന്നെ അയാൾ നിങ്ങളോട് മോശമായിട്ട് സംസാരിക്കുന്നു, വളരെ മോശമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വിഷമം തോന്നും. നിങ്ങൾ എന്ത് വിചാരിക്കുക? ഓ, ഞാൻ ഇത്രയും വേണ്ടാത്തവനായോ, എനിക്ക് പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഇവരൊക്കെ എന്നോട് ഇങ്ങനെ പെരുമാറിയത്, എനിക്ക് എന്നെ കാണാൻ ഭംഗിയില്ലാത്തതുകൊണ്ടാണ് ഇവർ എന്നോട് പെരുമാറിയത്, എന്റെ ഡ്രസ്സ് മോശമായതുകൊണ്ടാണ് ഇവർ പെരുമാറിയത്. നമ്മൾ അപ്പം തന്നെ നമുക്കൊരു വാല്യൂ ഇടാൻ തുടങ്ങും.
സത്യത്തിൽ അയാൾ നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയത് അയാളുടെ ഉള്ളിലെ അവസ്ഥകൾ കൊണ്ടാണ്, അയാളുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇതുപോലെ മുമ്പൊരു ക്ലാസ് എടുത്തിരുന്ന സമയത്ത് അതിനകത്തൊരു ഒരു വേർഡ് എന്നെ ഭയങ്കര അട്രാക്ട് ചെയ്തു. ഞാനൊരു ബുക്കിൽ നിന്ന് വായിച്ചതാണ്. മുറിവേറ്റവൻ മുറിവേൽപ്പിക്കും. എന്താണ്? മുറിവേറ്റവൻ മുറിവേറ്റവൻ എന്ത് ചെയ്യും? മുറിവേൽപ്പിക്കും. 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 അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മുറിവുകൾ തരുന്ന ആളുകൾ അവരുടെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരുപാട് മുറിവേറ്റവരാണ്. നമുക്ക് പെട്ടെന്നൊരു ഹിസ്റ്ററി നോക്കും. നമ്മുടെ ഹിറ്റ്ലറെ ഒന്ന് കണ്ടു നോക്കും. ഹിറ്റ്ലർ ഒരുപാട് മനുഷ്യരെ കൊന്നു. ഒരുപാട് പേരെ, യഹൂദന്മാരെയൊക്കെ വളരെ ക്രൂരമായ രീതിയിൽ ലക്ഷക്കണക്കിന് യഹൂദന്മാരെയാണ് അദ്ദേഹം പല മോശമായ രീതിയിലൂടെ കൊലപ്പെടുത്തിയത്. അപ്പം അത്രയധികം ആളുകളെ കൊന്ന ഒരു ഹിറ്റ്ലറോട് നമുക്ക് ദേഷ്യവും വൈരാഗ്യമൊക്കെ തോന്നും. പക്ഷെ ഹിറ്റ്ലർ എന്തുകൊണ്ട് അങ്ങനെ ആയെന്ന് വളരെ കുറച്ച് ആൾക്കാരെ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഹിറ്റ്ലറുടെ ലൈഫിലേക്ക് ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഇദ്ദേഹം അധികാരം ഏറ്റെടുത്ത് ആദ്യം ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിന് ഒരു എന്താ പറയാ അവിടുത്തെ ഒരു ഏറ്റവും സർവ്വ സൈന്യാധിപനായിട്ട് അദ്ദേഹം മാറിയ ആദ്യം ചെയ്ത പരിപാടി നേരെ ഒരു ബുൾഡോസർ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ അച്ഛന്റെ കുഴിമാടം തകർക്കുക എന്നുള്ള പരിപാടി ചെയ്തത്. അതായത് അച്ഛൻ മരിച്ചുപോയി, അച്ഛൻ കുഴിമാടത്തിൽ അടക്കിയിരിക്കുന്ന ആ കുഴിമാടം എടുത്ത് പൊളിച്ച് അതിന്റെ പൊടിയും എല്ലാം നശിപ്പിച്ച അത്രയും ദേഷ്യത്തിൽ അത്രയധികം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. കാര്യം എന്താണ്? ആ ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു പയ്യനെ അവരുടെ അച്ഛൻ ചെറുപ്പം മുതലേ അത്രയധികം വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ക്രൂരമായി അടിക്കുമായിരുന്നു, ക്രൂരമായി ഉപദ്രവിക്കുമായിരുന്നു, ക്രൂരമായിട്ട് ചെയ്യുമായിരുന്നു. അപ്പൊ അത്രയധികം മുറിവേറ്റ ഒരു മനുഷ്യൻ ഒരുപാട് പേരെ മുറിവേൽപ്പിക്കുന്നവനായിട്ട് മാറി. എന്ന് വെച്ച് അവിടെ ഉണ്ടായിരുന്ന യഹൂദരൊക്കെ ദുഷ്ടന്മാരാണെന്ന് ചിന്തയുണ്ടോ? ഇല്ല. അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന്റെ മുറിവേറ്റ അവസ്ഥകളാണ് കൊടുത്തത്. അപ്പൊ നമ്മുടെ ലൈഫിൽ നോക്കുമ്പോൾ ഒരു കസ്റ്റമർ നമ്മളോട് മോശമായിട്ട് പെരുമാറുന്നു, പലപ്പോഴും ഒരു ഒരു ആളുകൾ നമ്മളോട് മോശമായിട്ട് പെരുമാറും. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ട് ഇവർ എന്നോട് ചെയ്യുന്നു, ഈ ജോലി മടുത്തു, ഞാൻ നിർത്തിപ്പോവാണെന്നൊക്കെ തോന്നും. ഞാൻ കഴിഞ്ഞ ദിവസം വൈകിട്ട് കളമശ്ശേരിയിൽ ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ്. ഞാനവിടെ മിക്കവാറും ആ വഴിക്ക് പോവുകയാണെങ്കിൽ അവിടെ നിർത്തി ഒരു ചായയൊക്കെ കുടിക്കാറുണ്ട്. സ്നാക്സ് ഒക്കെ നല്ലതാണ്. പിന്നെ അങ്ങനെ പോയി പോയി ഇപ്പൊ അതൊരു അഡിക്ഷൻ പോലെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് കയറും. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ ഒരു കാപ്പിയും, വൈഫുണ്ട്, മക്കളുണ്ട്. അപ്പൊ ഒരു കാപ്പിയും ഒരു ലൈം ടീ ഓർഡർ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. അപ്പം മറ്റേ ചായ അടിക്കുന്നവന് അവന്റെ അവസ്ഥ നമുക്കറിയാം. കാര്യം അത്രയധികം ചായ ഇങ്ങനെ അടിക്കുന്നു, ആൾക്കാർ വരുന്നു, അടിക്കുന്നു. അപ്പൊ ഒരാള് ചായ ചോദിച്ചു, എനിക്ക് 4 ചായ വേണമെന്ന് പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ ഇയാള് ലൈറ്റ് ചായ എന്ന് പറഞ്ഞു. ഞാൻ കേട്ടതാണ്. പക്ഷെ ഈ അടിക്കുന്ന ഹിന്ദിക്കാരൻ പയ്യനാണ്. ഒന്നും മലയാളം അവന് കറക്റ്റ് ആയിട്ട് അറിഞ്ഞൂടാ. ഇവനീ ചായ അടിച്ച് കൊടുത്തു. അത് ലൈറ്റ് ആയിരുന്നില്ല, കുറച്ച് കടുപ്പം അതിനകത്ത്. വലിയ കടുപ്പൊന്നുമില്ല, കുറച്ച് കടുപ്പം കൂടെ ഉണ്ടായിരുന്നു. എന്റെ അമ്മോ, ഇയാൾ അങ്ങ് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ലൈറ്റ് ചായന്ന്, കാശ് തന്നിട്ടല്ലേ മേടിക്കുന്ന, വെറുതെ ഒന്നല്ലല്ലോ, സക്കാത്തിനൊന്നല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ഈ ഒരു ചായയിൽ കുറച്ച് കടുപ്പം കൂടി എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതിനൊന്നും മിണ്ടിയില്ല. പതുക്കെ ആ ചായ എടുത്ത് കളഞ്ഞ് വേറെ ചായ ചെയ്തു കൊടുത്തു. ആ പയ്യന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? കാര്യം അവനോട് നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലെ ചായ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും, ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, ജീവിതത്തിൽ ഇത്രയും ഡിഫിക്കൽട്ട് ഉള്ള ഒരു പണി വേറെ ഇല്ല. ചായ അടിക്കുന്നവന്റെ അവസ്ഥ നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കും. ഒരാൾക്ക് ലൈറ്റ് ചായ, ഒരാൾക്ക് ലൈറ്റ് വിത്ത് മധുരം, വിത്തൗട്ട് മധുരം, കടുപ്പുള്ള ചായ, അടിച്ച ചായ, അടിക്കാത്ത ചായ, കാപ്പി, പിന്നെ ലൈം ടീ, മാറ്റത്, മാതുളി, ഇതിൽ തന്നെ മധുരം ഉള്ളതും മധുരം ഇല്ലാത്തതും, ലൈറ്റ് മധുരം, പിന്നെ കൂടിയ മധുരം, കടുപ്പം കൂട്ടി, കടുപ്പം കുറച്ചെന്നൊക്കെ പറഞ്ഞു. ഈ ചായ ഒരു 10 ആൾ ഈ സാധനമൊക്കെ പറഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കണമെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ബ്രെയിൻ എന്താ പറയാ, അങ്ങനെ അങ്ങനെ പുകഞ്ഞു പോകും. ഇതൊക്കെ എടുത്ത് കൊടുക്കണ്ട. ഇത് ഒരാൾക്ക് കാപ്പി അടിക്കുമ്പോൾ ഒരാൾക്ക് ചായ അടിക്കുന്ന ലൈറ്റ് വേണം. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് ഇയാള് കിടന്ന് ചൂടാവാം. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ, എടുത്ത വഴി പുള്ളി പറഞ്ഞു വെച്ചാല് വെറുതെ ഒന്നല്ലല്ലോ, സക്കാത്തിനൊന്നല്ലല്ലോ, കാശ് തന്നിട്ടല്ലേ. ശരിക്കും ആ ഒരു പയ്യൻ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ പയ്യന്റെ ഒരു പ്രവൃത്തിയാണോ ഇയാള് ദേഷ്യപ്പെടാനുള്ള കാരണം? അല്ല, അയാളുടെ മാനസികാവസ്ഥയായിരിക്കും. അയാള് ചിലപ്പോ വീട്ടിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ജോലിയിലെ ഇഷ്യൂസോ ടെമ്പറോ ഒക്കെ ആയിട്ടാണ് അയാൾ വരുന്നത്. പക്ഷെ ആ ചായക്കടയിലെ അടിക്കുന്ന പയ്യൻ പറയണ, ഓ ഇത് എന്നെ തന്നെ പറഞ്ഞു, എന്നെ മാത്രമാണ് പറഞ്ഞെന്ന് പറഞ്ഞ് വിഷമിക്കാൻ അവന് ചായ അടിക്കാൻ പറ്റൂല.
ഇതുപോലെ 2 കസ്റ്റമറോട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ തീർന്ന്. അവൻ എന്ന് പറയും പണ്ടാറപ്പണിക്കില്ല, എത്ര കാശ് എന്നാലും ഇത്ര ഈ തെറി കേൾക്കാനായിട്ട് എനിക്ക് വയ്യ എന്ന് നമ്മൾ പറയുന്ന ഒരു സിറ്റുവേഷൻസ് വരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ നമ്മുടെ റൂളായിട്ട് നമ്മൾ പറഞ്ഞ ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മറ്റുള്ളവർ പറയുന്നതിനെ മുഴുവൻ അതേ അർത്ഥത്തില് അങ്ങനെ തന്നെ നമ്മൾ വിഴുങ്ങുകയും അതാണ് നമ്മുടെ ലൈഫ്, അല്ലെങ്കിൽ ഞാൻ അതാണ്, എന്നെ ഒരു കഴിവില്ലാത്തവനാണ് എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ വില കുറച്ച് കാണുകയും വേദനിക്കുകയും ഒക്കെ ചെയ്യേണ്ട അവസ്ഥയില്ല എന്നുള്ളതാണ്. നിങ്ങൾ പലപ്പോഴും എന്താ പറയാ, ഈ മറ്റുള്ളവരുടെ ഇപ്പൊ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാനും അങ്ങനെ തന്നെയാണ്, നിങ്ങളും അങ്ങനെയാണ്. നമ്മളിതൊക്കെ ഒരുമിച്ച് മാറാനുള്ള ശ്രമിക്കുന്നത്. ഇപ്പൊ നമ്മളൊരാൾ വഴക്ക് പറയുന്ന വിചാരിച്ചു, നമ്മളിപ്പോ ഒരാളെ വഴക്ക് പറയാണ്. ഇപ്പൊ വിധുമേല മേലെ ഹസ്ബൻഡ് വഴക്ക് പറഞ്ഞു വിചാരിച്ചു, നിങ്ങള് വിധുബാല മാം ഒന്നും മിണ്ടാതിരുന്ന് ചിരിച്ചു കഴിഞ്ഞു വിചാരിച്ചു. അയാളുടെ ദേഷ്യം ആദ്യം കൂടും, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും കൂടും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒന്നും പറയാതെ മിണ്ടാണ്ട് പോകും. കാര്യം നമ്മൾ ഒരു കാര്യത്തോട് റിയാക്ട് ചെയ്യുമ്പോഴാണ് ആ പറയുന്ന ആളുകൾക്ക് അതിന്റെ ആ ഒരു എനർജി ഫയർ കിട്ടുന്നത്. ഇപ്പൊ ഭാര്യ ഭർത്താവ് തമ്മിൽ അടികൂടി എന്ന് വിചാരിച്ചു, ചിലപ്പോ ചോറിൽ ഉപ്പില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അടി കൂടുന്നത്, അല്ലെങ്കിൽ കറിയിൽ ഉപ്പില്ല, കറിയിൽ ഉപ്പ് കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. പക്ഷെ ആ അടി അവസാനിക്കുന്ന എവിടെയായിരിക്കും? ഭാര്യയുടെ അച്ഛനമ്മേനെ വിളിക്കും, ഭർത്താവിന്റെ അച്ഛനമ്മേനെ വിളിക്കും. നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരൊക്കെ നശിപ്പാണ്, നിങ്ങള് അവിടെ നിങ്ങളുടെ കാരണന്മാരായിട്ട് പഴിച്ചു പോയതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാവുന്ന തെറി മൊത്തം പറയും. സത്യത്തിൽ ഇവിടെ ചോറിലൊരു മറ്റെന്താ പറയാ ഇതാണ്. അത് ഒരാളുടെ അത് എന്തുകൊണ്ടാണ് നമുക്ക് ദേഷ്യപ്പെടാൻ പറ്റുന്നത്? നമ്മൾ ആ ഒരു ചീത്തേനെ, ഒരു വഴക്കിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, നമ്മൾ അത് ഉള്ളിലേക്ക് എടുത്തത് കൊണ്ടാണ് നമുക്ക് അതിന് റെസ്പോണ്ടും റിയാക്ട് ഒക്കെ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആരെന്ത് തെറി വിളിച്ചു കഴിഞ്ഞാലും അത് നമ്മൾ പേഴ്സണലി എടുക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ സ്വന്തമാവുന്നത്. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓർക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു വളരെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്, ദ ഗാർബേജ് ട്രക്ക് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ആ ഒരു ബുക്കിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഒരു സെക്കൻഡ് ഞാൻ കാണിച്ചു തരാം. ആ ബുക്ക് സോറി ഷെയർ ചെയ്യാം. ഇതാണ് ആ ബുക്ക്, ദ ലോ ഓഫ് ഗാർബേജ് ട്രക്ക്. ഡേവിഡ് ജെ പൊളെ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുതിയ പുസ്തകമാണ് ദ ഗാർബേജ് ട്രക്ക്. ഞാനിത് അറിയാവുന്നവർക്ക് ആർക്കെങ്കിലും അറിയോ ഈ ബുക്കിനെ പറ്റി? ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ആരെങ്കിലും ഓർക്കുന്നുണ്ടാവോ? യേശു സാർ ഓർക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ. ഈ ഡേവിഡ് ഒരു കമ്പനിയുടെ സിഇഒ ആയിരുന്നു. കമ്പനിയുടെ സിഇഒ ആയിരുന്ന ഡേവിഡ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഒരു ദിവസം ഒരു ടാക്സി വിളിച്ചു. ആ ടാക്സി വിളിച്ചിട്ട് ഭയങ്കര തിരക്കില് ഒരു സ്ഥലത്ത് ജോലിക്ക് വേണ്ടി പോവാണ്. അപ്പം ടാക്സി വിളിച്ചിട്ട് ടാക്സിയിലാണ് പോകുന്നത്. അപ്പോൾ അത് ഓടിക്കുന്നത് ഒരു നീഗ്രോ ആണ്. അപ്പോൾ ഓടിച്ച് വണ്ടി ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു വണ്ടി പെട്ടെന്ന് അവരുടെ നേരെ വന്നു. റോഡിന്റെ എല്ലാ നിയമങ്ങളും തിരിച്ചിട്ടാണ് ഇവർ നേരെ വന്നത്. ഈ ടാക്സി ഡ്രൈവർ വണ്ടി സൈഡ് ഒതുക്കി, ആ വണ്ടി അതിൽ കൂടെ പോയി. അപ്പോൾ ഇദ്ദേഹം വളരെ ചിരിച്ച് ടാറ്റ കൊടുത്തിട്ട് ഹായ്, താങ്ക് യു, ലവ് യു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ടാറ്റ കൊടുക്കുന്നുണ്ട്. അയാൾ കേൾക്കുന്നില്ല, പക്ഷെ വണ്ടിയിലിരുന്ന് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ചിരിച്ചിട്ടാണ് അയാൾക്ക് ടാറ്റ കൊടുത്ത് വിടുന്നത്. അപ്പൊ ഇയാൾ പതുക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചു, ഈ കമ്പനിയുടെ സിഇഒ ആയിട്ടുള്ള ആളെ, ബാക്കിലിരിക്കുന്ന ആള് കുറെ കൂടി മുന്നോട്ട് പോയി. ഭയങ്കര സ്പീഡിൽ കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാറ് റോഡിലേക്ക് നോക്കാതെ ബാക്ക് റിവേഴ്സ് ഒഴിച്ചു. ഇദ്ദേഹത്തിന്റെ വണ്ടി പോയി ഇടിച്ചു പിടിച്ചില്ല എന്നുള്ള രീതിയിൽ വണ്ടി നിന്നു. പെട്ടെന്ന് അവിടെ അയാളും പാനിക്കായി, ഇയാളും പാനിക്കായി. നോർമലി നന്നായിട്ട് തെറി വിളിക്കാവുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ ഈ സാഹചര്യത്തിലും ഇദ്ദേഹം വണ്ടി വലത്തോട്ട് എടുത്തിട്ട് ആ വണ്ടീനെ ഒഴിവാക്കിയിട്ട് പോയിട്ട് ടാറ്റയൊക്കെ കൊടുത്തിട്ട് പോയി. അപ്പം വീണ്ടും ഇയാൾക്ക് ഡൗട്ട്, ഈ നീഗ്രോയ്ക്ക് വട്ടാണോ അതോ എന്തെങ്കിലും സംതിങ് ഇഷ്യൂ? കാര്യം അത്രയധികം ഈ നീഗ്രോയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, അയാൾ അതേ ലൈനിൽ കൂടെ വണ്ടി ഓടിക്കുന്നു. പെട്ടെന്നാണ് റോഡിൽ നിർത്തിയിരിക്കുന്ന വണ്ടി റിവേഴ്സ് എടുത്തിട്ട് വണ്ടി കയറ്റുന്നത്. ഒരു സെക്കൻഡ് അശ്രദ്ധ ഉണ്ടായിരുന്നെങ്കിൽ ആ വണ്ടി കൊളാപ്സ് ചെയ്യാനും 2 ആളുകൾ മരിക്കാനും സാധ്യതയുള്ള ഒരു സംഭവമാണ്. ഇത് കഴിഞ്ഞ് കുറേ കൂടി മുന്നോട്ട് പോയി പെട്ടെന്ന് വേറൊരു വണ്ടി വന്നു, ഒരു വലിയൊരു ട്രക്ക് ഇതുപോലെ ഓപ്പോസിറ്റ് വന്നു. ഇദ്ദേഹത്തിന് വണ്ടി കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള സ്പേസിലായി. ഇദ്ദേഹം റോട്ടിൽ നിന്ന് വണ്ടി ചാടിച്ച് പുറത്ത് സൈഡിലേക്ക് ഒതുക്കി നിർത്തി ആ വണ്ടിയും സൈഡിലൂടെ പോയി. അപ്പോഴും ഇയാളിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ അയാള് എന്തൊക്കെയോ പറഞ്ഞു പോയി. ഇദ്ദേഹം അപ്പോഴും ചിരിച്ച് ടാറ്റ കൊടുത്തു പോയി. അപ്പോ ഡേവിഡിന് അദ്ദേഹത്തിന്റെ ആത്മസംയമനം കൈവിട്ടു. ഡ്രൈവർ ആണെന്നും പുള്ളി സിഇഒ ആണെന്നുള്ള കാര്യമൊക്കെ മറന്നു. പുള്ളി ഡ്രൈവറോട് ചോദിച്ചു,
എന്താണ് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വട്ടാണോ? നിങ്ങൾ ഇത്രയും അധികം ആൾക്കാരെ ഉപദ്രവിക്കാനും അല്ലെങ്കിൽ റോട്ടിലൊക്കെ ഉണ്ടായിട്ട് നിങ്ങളുടെ പ്രതികരണം വളരെ ചിരിച്ചും കൈയൊക്കെ തട്ടിയിട്ടാണല്ലോ. സോ എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല് ആം, നമ്മുടെ അടുത്ത് ഇപ്പൊ വന്ന ആൾക്കാരൊക്കെ അല്ലെങ്കിൽ വന്ന ആൾക്കാരൊക്കെ ഒരു വലിയ ഗാർബേജുമായിട്ടാണ് വരുന്നത്. ഒരു വലിയ ഗാർബേജ് ട്രക്കുമായിട്ടാണ് അവർ വരുന്നത്. അവരെ വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കാം, ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം, ചിലപ്പോൾ ഡിവോഴ്സ്ഡ് ആയിരിക്കാം, മക്കള് മോശമായി പോയതായിരിക്കും. ഇവരങ്ങനെ വീടുകളിൽ നിന്ന് പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അവർ റോഡിൽ അത്രയും റഫ് ആവണത്. അപ്പൊ അത്രയും റഫ് ആയിട്ടുള്ള ആൾക്കാർ റോഡിലൂടെ വലിയ ഗാർബേജ് ട്രക്കായിട്ട് വരുമ്പോൾ ഞാൻ അവരായിട്ട് കോർക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ ഗാർബേജ് മൊത്തം എന്റെ തലയിൽ തട്ടിയിട്ട് പോകും. ഇല്ലേ? ആ വഴി ഉള്ളിലുള്ള വെറുപ്പും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ നമ്മുടെ മേത്ത് തട്ടിയിട്ട് പോകും. ഞാൻ എന്തിനാണ് ഇത് മുഴുവൻ ക്യാരി ചെയ്യുന്നത്? അപ്പൊ ഞാൻ ചിരിച്ച സന്തോഷത്തോടെ ഒരു ടാറ്റയ്ക്ക് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അത് ആ വഴിക്ക് അങ്ങോട്ട് പൊക്കോളും. നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? കാര്യം അയാളോട് എതിർക്കാനോ വിഷമിക്കാനോ ഒന്നും നടക്കില്ല. ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ മാത്രം റോഡ് ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ വേറെ ഒരു രാജ്യത്തും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ നാട്ടിൽ ഒരു ചെറിയൊരു വണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് തട്ടിക്കഴിഞ്ഞാല് പുറത്തിറങ്ങി ഒരു അങ്ങോട്ട് ഇങ്ങോട്ട് തെറി വിളിക്കുക. നിങ്ങൾ കണ്ടല്ലേ? ആരുടെ ഇവിടെ നോക്കിയിട്ട് വണ്ടി അടിക്കണേ, മറ്റേത് മാതൽ എന്നൊക്കെ പറഞ്ഞ് ചീത്തോട് പാടാണ്. ഞാൻ ദുബായിലായിരിക്കും എന്റെ വണ്ടി തട്ടിട്ടുണ്ട്. അപ്പോ എന്റെ ബാക്കിൽ വണ്ടി ഇടിച്ച ആള് ഓടി വന്നിട്ട് പറഞ്ഞു, സാർ വണ്ടി ഒന്ന് ഒതുക്കാവോ? എനിക്ക് പേടിച്ച്, ഞാൻ നാട്ടിലൊരു എക്സ്പീരിയൻസിൽ നിൽക്കണം. ഞാൻ വിചാരിച്ചു വണ്ടി അവിടെ തന്നെ നിൽക്കണം, ഫോട്ടോ എടുക്കണം, ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന സമയത്ത് ഇയാൾ വളരെ കൂളായിട്ട് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇത് അയാളും മലയാളിയായിരുന്നു. പക്ഷെ പറഞ്ഞു പുള്ളി എന്നോട് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ എന്റെ മിസ്റ്റേക്ക് ആണ്, നിങ്ങളുടെ വണ്ടി നിൽക്കണേ ഞാൻ കണ്ടില്ല, നിങ്ങളൊന്ന് ഒതുക്കോ വണ്ടി, അല്ലെങ്കിൽ പ്രശ്നമാവും. ഞാൻ ഒതുക്കില്ല. കുറച്ച് കഴിഞ്ഞപ്പോ എല്ലാവരും കൂടി പറഞ്ഞപ്പോ ഞാൻ വണ്ടി ഒതുക്കി സൈഡിൽ നിർത്തി. അപ്പോ ഒരിക്കലും പോലീസ് വന്നപ്പോ രണ്ടുപേരും നിൽക്കുന്നു. എന്താണ് പറ്റിയത്? അപ്പൊ പറഞ്ഞു ഈ വണ്ടിക്കായിരുന്നു, മറ്റേ വണ്ടി വന്ന് ഇടിച്ചു. അപ്പൊ തന്നെ രണ്ടുപേർക്കും ഒരേ പേപ്പർ എഴുതി കൊടുത്തു. എനിക്കും ഒരു പേപ്പർ എഴുതി തന്നു, അവനൊരു പേപ്പർ എഴുതി കൊടുത്തു. അവനെ കൊടുത്ത പേപ്പറിൽ ഒരു 400-500 ദിറംസ് ഫൈനും കൊടുത്തു. അവൻ അഡ്മിറ്റ് ചെയ്തു, സാർ ഞാൻ ഇങ്ങനെ റോഡിലേക്ക് കയറാൻ നിൽക്കായിരുന്നു, ഈ വണ്ടി ഇവിടെ നിൽക്കുന്നില്ലായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല, പെട്ടെന്ന് വണ്ടി എടുത്ത് ഇതിന്റെ ബാക്കിൽ ഇടിച്ചു. വളരെ കൂളായിട്ട് നിന്നു. ഇവിടെ അങ്ങനെയാണ്, ഇറങ്ങാൻ തെറി വിളിക്കുക, ഇറങ്ങാൻ തെറി വിളിക്കുക. ഇതാണ് മെയിൻ പരിപാടി. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ ഈ മനുഷ്യരൊക്കെ മനസ്സിൽ വലിയ വെറുപ്പും വിദ്വേഷവും ഒക്കെ ആയിട്ട് ഇവര് വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഭാര്യ ആയിരിക്കും, നിങ്ങളുടെ ഭർത്താവായിരിക്കും, അവരുടെ ജീവിതത്തിൽ കുറെ ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും. ഇപ്പൊ നിങ്ങളോട് പറയുന്ന ഒരു കാര്യത്തിന് അല്ലെങ്കിൽ നിങ്ങളോട് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം പറയുന്നത് അവര് മനഃപൂർവ്വം ആയിരിക്കില്ല. അവര് ഒരുപാട് മുറിവേറ്റവരായിരിക്കാം, അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ മോശമായിരിക്കാം, അല്ലെങ്കിൽ അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയ ഒരു സിറ്റുവേഷൻസ് മോശമായിരിക്കാം. ഇത് നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെതിരെ നമ്മൾ അതുപോലെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമ്പോൾ മുറിയപ്പെടുന്നത് നമ്മളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കേണ്ട ഏറ്റവും വലിയൊരു റൂൾ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി. ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും, ഞാൻ പറഞ്ഞ ആൾക്കാരുടെ അഭിപ്രായങ്ങളെ മാനിക്കണ്ടെന്നോ അല്ലെങ്കിൽ അവരോട് നമ്മൾ പറയണതെല്ലാം ഇഗ്നോർ ചെയ്യണോ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ലൈഫിൽ മറ്റുള്ളവര് നമ്മളോട് പറയുന്ന കാര്യങ്ങളൊക്കെ അതേപടി നമ്മൾ എടുക്കാതെ അതിനകത്ത് എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനായിട്ട് ഉണ്ടോന്ന് നോക്കിയിട്ട് അതിൽ നിന്ന് എടുക്കാതെ. അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, അവര് നമ്മളോട് പറയുന്ന കാര്യങ്ങളിൽ ഭൂരിഭാഗവും അവരുടെ മാനസികാവസ്ഥയിൽ നിന്നിട്ടാണ് പറയുന്നത്. അവരുടെ മാനസികാവസ്ഥ മോശമായിരിക്കും, അവരുടെ സാമ്പത്തിക സ്ഥിതി മോശമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ മകള് വയ്യാതിരിക്കുകയായിരിക്കും. അപ്പൊ അങ്ങനെ ഒത്തിരി സിറ്റുവേഷൻസ് ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് അവരുടെ ഒരു സിറ്റുവേഷൻസ് മനസ്സിലാവാതെ നമ്മൾ പെരുമാറുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ. നിങ്ങൾ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കഥ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ഒരു ട്രെയിനില്, യൂറോപ്പിലാണ്, ഒരു ട്രെയിനില് അവർ ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കാണ്. അവർ 2 മക്കളുണ്ട്. ആ മക്കള് അവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളവും ആ ട്രെയിനിലുള്ള എല്ലാവരുടെയും സമാധാനം കളയുന്നുണ്ട്. ഈ അച്ഛനൊന്നും മിണ്ടുന്നില്ല. ഈ അച്ഛനൊന്നും മിണ്ടാതിരിക്കുകയാണ്. ഈ കുട്ടികൾ അവിടെ കളിക്കുന്നു, ഒച്ചപ്പാടെടുക്കുന്നു, ചിരിക്കുന്നു, ബഹളം വെക്കുന്നു, അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു. അച്ഛൻ ഇവരെ ഒരു ആളെയും റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. പല ആൾക്കാരും ഉറങ്ങുന്നുണ്ട് ട്രെയിനിൽ. നിങ്ങൾക്ക് അറിയാലോ, യൂറോപ്പിലൊക്കെ അല്ലെങ്കിൽ ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ആളുകൾ ഇപ്പോഴും വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടൊക്കെ ട്രെയിനിൽ ഇരിക്കുന്നതാണ്. അവരെ നമ്മളെ പോലെ ഒച്ചിരിക്കുകയോ പാട്ട് പാടുകയോ വലിയ ശബ്ദത്തിലൊക്കെ പാട്ട് വെക്കുകയോ ഒന്നും ചെയ്യില്ല. അത്രയും കാം ആൻഡ് ക്വൈറ്റിൽ ഇത് മുഴുവൻ ഇങ്ങനെ നിൽക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ ആളുകളുടെ ക്ഷമ നശിച്ചു. ആളുകൾ ഈ അച്ഛനെ വന്ന് വഴക്ക് പറയാൻ തുടങ്ങി. നിങ്ങൾ എന്ത് മനുഷ്യനാണ്, നിങ്ങൾ എന്തേ കാണിക്കുന്നത്? നിങ്ങളുടെ മക്കൾ ഇതുപോലൊക്കെ കാണിച്ചിട്ട് നിങ്ങൾ ഒന്നും മിണ്ടാതിരിക്കുന്ന എന്താണ്? അപ്പോഴാണ് ഈ മനുഷ്യൻ വാ തുറന്നിട്ട് പറയുന്നത്, എൻ്റെ ഭാര്യ മരണപ്പെട്ടു. എന്താണ്? എൻ്റെ ഭാര്യ മരണപ്പെട്ടു. ഈ മക്കളുടെ അമ്മയാണ് മരിച്ചത്.
ഞാൻ ഈ മക്കളെയും കൊണ്ട് അവരുടെ അമ്മയെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ്. മക്കൾക്ക് അറിയില്ല അമ്മ മരിച്ച കാര്യം. ആ, അപ്പൊ കുറച്ചു നേരം ഇവര് ഒന്ന് സന്തോഷത്തോടെ ഇരുന്നോട്ടെ. അപ്പൊ ഇയാള് ഇദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ച്, ഇവരുടെ അമ്മ മരിച്ചിട്ട് കൊണ്ടുപോവാണ്. കുട്ടികളോട് പറയാതെ അമ്മേനെ അവിടെ ചെല്ലുമ്പോൾ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. എന്തോ ഒരു അസുഖം വന്ന് ആശുപത്രിയിലായിരുന്നു, മരിച്ചു. അപ്പം ആ കുട്ടികള് എന്താ പറയാ, ആ കുട്ടികൾ ആ സമയമെങ്കിലും സന്തോഷിച്ചോടെ. ഇനി അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു സന്തോഷം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അമ്മ മരിച്ചൊരു കുട്ടിയുടെ അവസ്ഥ നമുക്കറിയാലോ. അപ്പോ അതുവരെ ഉണ്ടായിരുന്ന ആളുകളുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കരമായിട്ട് മാറി. അവർ ആ കുട്ടികളെ എടുക്കാനും പാമ്പർ ചെയ്യാനും ആ കുട്ടികൾക്ക് സ്നേഹിക്കാനൊക്കെ തുടങ്ങി. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കുക, അതുവരെ വളരെ ക്രൂരനായിരുന്ന ഒരു മനുഷ്യൻ, മക്കളെ ശ്രദ്ധിക്കാത്ത, മക്കളെ എന്താ പറയാ കയറൂരി വിട്ടിരിക്കുന്ന ഒരു അച്ഛൻ എന്ന നിലയിൽ നിന്ന് സഹതാപം അർഹിക്കുന്ന, സങ്കടപ്പെടുന്ന ഒരു മനുഷ്യനിലേക്ക് എല്ലാവരും കൂടി ഒരു ചേർക്കുക. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ വേദനിപ്പിക്കുന്നവരാരും ആ, നമ്മളെ എന്താ പറയാ നമ്മുടെ വാല്യൂ അതല്ല തീരുമാനിക്കുന്നത്. അവരുടെ വാക്കുകൊണ്ടല്ല നമ്മളെ വെക്കണം. ഞാൻ പണ്ട് എൻ്റെ ഒരു പാട്ട് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരു വരി ഇങ്ങനെയായിരുന്നു: മറ്റുള്ളവരുടെ വാക്കിനാൽ അളന്ന് ഞാൻ എന്നെ ചെറുതാക്കി, മറ്റുള്ളവരുടെ വാക്കിനാൽ അളന്ന് ഞാൻ എന്നെ ചെറുതാക്കി, കഴുതയായി കാലചക്രം തിരിച്ചു ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ജീവിതത്തിൽ വളരെ സത്യമായിരുന്നു. ഇപ്പൊ എൻ്റെ പാരന്റ്സ് ആണെങ്കിലും എൻ്റെ കൂട്ടുകാരാണ്, നിന്നെ കൊണ്ട് കഴിവില്ല, നീ അത് ചെയ്യാൻ പറ്റൂല, ഇങ്ങനെ ചെയ്യാൻ പാണ്ടായില്ലേ, അങ്ങനെ ചെയ്യാൻ പാണ്ടായില്ലേ എന്നൊക്കെ പറഞ്ഞ, അയ്യോ ഞാൻ ഒരു കഴിവില്ലാത്തവനാണല്ലോ ദൈവമേ, ഇവർക്കൊന്നും എന്നെ ഇഷ്ടാവുന്നില്ലല്ലോ, ഇവരൊക്കെ എന്നെ എന്നെ ഇങ്ങനെയാണല്ലോ കാണുന്നതെന്ന് വെച്ച് ഞാൻ എന്നെ തന്നെ ചെറുതാക്കി. പക്ഷെ ഒരിക്കലും എൻ്റെ വാല്യൂ ഈ മാർക്കറ്റിൽ പോയ ഒരു രത്നത്തെ പോലെയാണ് എൻ്റെ വാല്യൂ. ഇത് എടുത്ത് ചെല്ലുന്നവന്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് ഇതിന്റെ വാല്യൂ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യത്തിലും മറ്റുള്ളവരെ ഞാൻ അവഗണിക്കണമെന്നോ അല്ലെങ്കിൽ അവർ പറയുന്ന അഭിപ്രായങ്ങളെ നമ്മൾ എടുക്കണ്ടെന്നോ അല്ല ഞാൻ പറയുന്നത്. മറിച്ച് നമ്മുടെ വാല്യൂ തീരുമാനിക്കാൻ വേറൊരാളുടെ കയ്യിൽ നമ്മളെന്ന രത്നങ്ങളെ വെച്ച് കൊടുക്കരുത്. മാർക്കറ്റിലുള്ള ആളുകളുടെ അടുത്ത് ഞാൻ എന്ന രത്നത്തെ വെച്ച് കൊടുത്തിട്ട് അവര് പറയുന്ന വാക്ക് കേട്ടിട്ട് അയ്യോ ഞാൻ ഇത്രയും കഴിവില്ലാത്തവനാണ് എന്ന് ചിന്തിച്ച് ഒരു കഴുകനായ നിങ്ങൾ ഒരു കോഴിക്കുഞ്ഞിനെ പോലെ, ഒരു കോഴിയായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കഥ പോലെ ഒരു കോഴിയായിട്ട് ജീവിക്കേണ്ടവരല്ല നിങ്ങൾ. മറ്റുള്ളവരുടെ വാക്കിനെ എടുക്കേണ്ടത് മാത്രം എടുക്കുക, എടുക്കാണ്ടാത്ത വാക്കുകളൊക്കെ നമ്മൾ തള്ളിക്കളയുക. ഇപ്പൊ നമ്മൾ ഒരു പാത്രം വെച്ചിട്ട് ആ പാത്രത്തിലേക്ക്, ഇപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാള് വേസ്റ്റ് കൊണ്ടുവച്ചു വിചാരിച്ചു, നിങ്ങളുടെ വീടിന്റെ ഉമ്മറത്ത് അവരുടെ വീട്ടിലെ അടുക്കള വേസ്റ്റ്, നാറുന്ന ഒരു വേസ്റ്റ് നിങ്ങളുടെ വീടിന്റെ ഉമ്മറത്ത് കൊണ്ടുവച്ചു. ആ ഉമ്മറത്ത് കൊണ്ട് വെക്കുമ്പോ ആ വേസ്റ്റ് നിങ്ങൾ എടുത്ത് നിങ്ങളുടെ വീടിന്റെ അകത്ത് കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങളുടെ വീട് നാറുള്ളൂ. ആ വേസ്റ്റ് അങ്ങനെ തന്നെ എടുത്ത് അങ്ങോട്ട് പുറത്തേക്ക് കളഞ്ഞു കഴിഞ്ഞാലോ ഒന്നും സംഭവിക്കില്ല. ആ വേസ്റ്റ് ഇപ്പൊ നമ്മുടെ അയൽവക്കാരനുണ്ടെങ്കിൽ ആ വേസ്റ്റ് എടുത്ത് അപ്പുറത്തെ അയാളുടെ വീട്ടിൽ പറമ്പിലേക്കാൻ ഇട്ട് കഴിഞ്ഞാല് അത് നിങ്ങളെടുത്ത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് എന്നാലും അവൾ എന്റെ വീട്ടിൽ വേസ്റ്റ് ഇട്ടല്ലോ, നാറിയിട്ട് വയ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കടപ്പെടുന്നേക്കാളത് ഇത് നമ്മൾ സ്വീകരിക്കാതിരുന്നാൽ അത് അവരുടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരാൾ വഴക്ക് പറയുമ്പോൾ അത് മുഴുവനും നമ്മുടെ ഉള്ളിലെടുത്ത് അതിനെപ്പറ്റി ചിന്തിച്ച് മാസങ്ങളോളം ദിവസങ്ങളോളം ചിന്തിച്ച് ദേഷ്യം വന്ന് വെറുപ്പ് വന്ന് എന്തിനാണ് നമ്മൾ നശിപ്പിക്കുന്നത്? എന്തിനാണ് നമ്മൾ നശിപ്പിക്കുന്നത്? അപ്പോൾ നിങ്ങളിപ്പോ ഇത്രയും ഞാൻ സംസാരിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പുറത്ത് പറയാവുന്ന ഒരു അനുഭവം, നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച സങ്കടപ്പെടുത്തിയ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് പറയാമോ? മറ്റുള്ളവരുടെ വാക്കിനോണ്ട് നിങ്ങൾ മുറിയപ്പെട്ട ഒരു സാഹചര്യം ഏതെങ്കിലും പെട്ടെന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓർമ്മിക്കാവുന്ന. ആർക്കൂല? നല്ല ആൾക്കാരാണ്. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പറഞ്ഞോളൂ. മോനൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു ആ കഴിഞ്ഞ വെക്കേഷന്. അപ്പോ ആ ഒരു സമയത്ത് എല്ലാവരും, സത്യം പറഞ്ഞ 15 വയസ്സാണ് അവനൊരു ക്യാമ്പിന് പങ്കെടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോ അവിടെ നിന്ന് കുട്ടികളല്ലേ, അവര് ഒരു ആളുടെ വണ്ടി എടുത്തിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി, റോഡിലേക്ക് ഇറങ്ങി. പക്ഷെ ആക്സിഡന്റ് ആയി. അവന്റെ ഒപ്പം അവന്റെ കൂട്ടുകാരിയും കൂടി ഉണ്ടായിരുന്നു. ഒപ്പം പഠിക്കുന്ന കുട്ടിയാണ്, അവളും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ വളരെ അധികം എന്താന്നാ പറയണ്ടത്, നമുക്ക് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് തിരിച്ചു കിട്ടി. അത്രയധികം പ്രശ്നമായിരുന്നു അത്. എന്താന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരെ മറ്റുള്ള കാര്യങ്ങൾ ഇതൊന്നുമില്ല. പക്ഷെ അവൻ പാനിക്കായി, പെട്ടെന്ന് വണ്ടി മറിഞ്ഞു, വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് പോലും
നമുക്ക് എൻ്റെ വീട്ടുകാരടക്കം ആ ഒരു കാര്യത്തിന് കുട്ടിയെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അതുപോലെ തന്നെ കാണാൻ വരുന്ന ആളുകൾ എല്ലാവരും, കുട്ടി ശരിക്കും പറഞ്ഞ കുട്ടിയുടെ മൈൻഡ് ശരിക്കും വേറൊരു തരത്തിലേക്ക് എത്തി. പക്ഷെ ഞാനും ഏട്ടനും അതുപോലെ തന്നെ മോളും, ഞങ്ങൾ 3 പേരും കൂടിയിട്ട് അവന്റെ ഒപ്പം ഇരുന്ന്, ഞാൻ ലീവൊക്കെ എടുത്ത്, മോള് ലീവ് എടുത്ത് വന്നു, അവന്റെ ഒപ്പം ഇരുന്ന് സംസാരിച്ച് ക്ലിയർ ആക്കിയിട്ട് അവനെ റെഡിയാക്കി എടുത്തു ഇപ്പൊ. പക്ഷെ എന്നാൽ പോലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇപ്പോഴും ആളുകൾ ആ ഒരു കണ്ണിലൂടെ അവനെ കാണുന്നു എന്ന് അവൻ പറയാറുണ്ട്. സ്കൂളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവൻ സ്കൂളടക്കം മാറണം എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. ഇപ്പൊ +1 ആണ്, പക്ഷെ നമ്മുടെ സ്കൂളിൽ തന്നെ അവൻ ചേർന്നു, +1 ഇപ്പൊ ചേർന്നു. പക്ഷെ അത്രയധികം മാനസികാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. എങ്ങനെ അവനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് അറിയില്ലായിരുന്നു. പക്ഷെ നമ്മുടെ ഈ ഒരു ബി മാജിക്കിന്റെ ക്ലാസ് കൊണ്ട്, ഇതുപോലുള്ള ക്ലാസ്സുകൾ കൊണ്ടായിരിക്കാം ഞങ്ങൾ 3 പേരും അവനെ നല്ലൊരു രീതിയിൽ തന്നെ ഇപ്പോ ശരിക്കും കൗൺസിലിങ്ങിന്റെ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. മോള് പറഞ്ഞു നമുക്ക് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഈ ഒരു ക്ലാസിന്റെ കാര്യം കൊണ്ട് തന്നെ നമ്മൾ അതങ്ങനെ മാറ്റിയെടുത്തു. അപ്പൊ ഇപ്പോഴും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മളോടായാലും അത് ചോദിക്കുമ്പോ വല്ലാത്തൊരു വിഷമം ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മളത് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ മൈൻഡിലേക്ക് എടുക്കില്ല. അത് ക്ലിയർ ആയിട്ട് ഇപ്പൊ പറഞ്ഞ് സംസാരിച്ച് നമുക്ക് അതിനെ മൈൻഡിലേക്ക് എടുക്കാതെ തന്നെ നമുക്ക് റിക്കവർ ചെയ്തിട്ട് വരാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ശരിക്കും അനുഭവം. ഇപ്പോഴും ആ ഒരു സ്ഥലം കാണുമ്പോൾ, ഞാൻ ജോലിക്ക് പോകുന്ന ഭാഗത്താണ് ആ സ്ഥലം കാണുമ്പോൾ നമുക്ക് എന്തോ ആ ഒരു സ്ഥലത്ത് എത്തിയ എന്താണെന്നറിയില്ല. ഞാൻ പിന്നെ വീട്ടിൽ വന്ന് പറയും, അത് പോട്ടെ, കഴിഞ്ഞു പോയ കാര്യമില്ലെന്ന്. പക്ഷെ എന്നാലും എനിക്ക് ആ ഒരു സ്ഥലം കാണുമ്പോൾ അപ്പൊ ഈ ഒരു കാര്യം ഇങ്ങനെ മൈൻഡിലേക്ക് വരിക. എന്തുകൊണ്ടാ അത് അങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല. ഓക്കെ മാം, ഓക്കെ. നമുക്കറിയാം നമ്മുടെ ഈ ആളുകളുടെ നമ്മളെ ഇപ്പം പലപ്പോഴും ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എപ്പോഴും ഒരു കാര്യങ്ങൾ പരീക്ഷിക്കാത്തതിനെ, നിരീക്ഷിക്കാത്തതിന്റെ, അല്ലെങ്കിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യാത്തതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആളുകൾ എന്ത് പറയുന്നു വിചാരിച്ചിട്ടാണ്. ഈ ആളുകൾ എന്ത് പറയുന്നു വെച്ചിട്ട് നമ്മൾ വിചാരിച്ചിരുന്നിട്ടാണ് ഇപ്പൊ നമ്മൾ എന്താണ് ഒരു പുതിയ ബിസിനസ് തുടങ്ങാത്തത്, ഒരു പുതിയ ട്രെയിനിങ് എടുക്കാത്തത് എന്തുകൊണ്ടാണ്? അയ്യോ, ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താണ് കാര്യം? നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തെ മറ്റുള്ളവരുടെ വാക്കുകൊണ്ട് നമ്മൾ അളക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ പ്രശ്നമാണ്. ഇപ്പൊ ഞാനൊക്കെ അങ്ങനെയായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊക്കെ അതുപോലെയായിരുന്നു. പക്ഷെ പിന്നീട് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ആദ്യം ആളുകൾ വിമർശിച്ചു, ആദ്യം ആളുകൾ കല്ലെറിഞ്ഞു. പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു ദിവസം നമ്മളൊരു വലിയ വാഴ്ത്തുക്കളും വാഴ്ത്തപ്പെടലൊക്കെയാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, യൂട്യൂബേഴ്സിലൊക്കെ അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ ചെയ്ത് കണ്ടന്റ് ഒക്കെ ചെയ്തിരുന്ന ആൾക്കാർ, അവർ ആദ്യം ചെയ്യുന്ന വീഡിയോ കാണുമ്പോൾ എന്തോരം പേരായിരിക്കും അവരെ കളിയാക്കുന്നത്. ഇത് എന്താണ് നിർത്തിപ്പൊക്കൂടെ, പൊട്ടനാണ്, വട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. പക്ഷെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുകയും അതിനുള്ളിൽ അത് എന്റെ ബെസ്റ്റ് വരാൻ പോണേയുള്ളൂ എന്ന് പറഞ്ഞ് എടുക്കുകയും ചെയ്യുന്ന ആൾക്കാർ, അവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. അപ്പോൾ ഈ അടുത്ത് ഇപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ എത്ര പേര് സിനിമയെ ഫോളോ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ഭയങ്കര ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവിയുണ്ട്, ഒഡീസി എന്ന് പറയുന്ന ഒരു മൂവി. അത് എടുത്ത ഒരാള് ക്രിസ്റ്റഫർ നോളൻ എന്ന് പറയുന്ന ഒരു വലിയ ഇതിഹാസ നായകനാണ്. സോറി, ഇതിഹാസ ഇതാണ് അയാള്, ഈ ക്രിസ്റ്റഫർ നോളൻ. ഓപ്പൺ ഹേമർ എന്ന് പറഞ്ഞിട്ട് ആറ്റം ബോംബ് ഉണ്ടാക്കിയതിനെ ഇപ്പൊ കഥ തിയേറ്ററിൽ എത്തിച്ച ഒരു മനുഷ്യനാണ്. ഈ പ്രാവശ്യവും അദ്ദേഹത്തിന്റെ പടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഗ്രാഫിക്സ് ഇല്ല, VFX ഇല്ല എന്നുള്ളതാണ്. അതായത് മിക്കവാറും എല്ലാ സീൻസും അദ്ദേഹം റിയൽ ആയി ഷൂട്ട് ചെയ്ത കാര്യങ്ങളാണ്. ഈ പടത്തിലാണെങ്കിൽ പോലും ഐമാക്സിന്റെ എത്രയോ കിലോഗ്രാം ഭാരമുള്ള വലിയ ക്യാമറകൾ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. ആ ക്യാമറയുടെ പ്രത്യേകത വെച്ചാൽ അതിനകത്ത് ഫോക്കസും ഇല്ല. അതായത് നമുക്കിങ്ങനെ സൂം ഔട്ട് ഒന്നുമില്ല. ഇപ്പൊ ചെറിയ ക്ലോസപ്പിൽ ഒരു സീൻ ഷോട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ അടുത്ത് കൊണ്ടുപോയി എടുക്കണം. അത്രയും ബ്രില്യന്റ് ആയിട്ട് പഠനം. അപ്പൊ പുള്ളി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഒരു സിനിമാക്കാരനാവാൻ നിങ്ങൾ ആഗ്രഹം, അയാള് ഒരു വലിയ ഡയറക്ടറുടെ കീഴിലും പരിശീലനം നേടിയിട്ടില്ല, ഫിലിം സ്കൂളിൽ പോയിട്ടില്ല. പക്ഷെ അദ്ദേഹം പറയുന്ന കുട്ടികളോട് ഒരു കാലത്ത് അദ്ദേഹം ഉപദേശിച്ചിരുന്ന ഇങ്ങനെയായിരുന്നു: നിങ്ങൾക്ക് ഒരു സിനിമ നടൻ, ഒരു സിനിമ സംവിധായകനാവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലെ ഫോണോ ടാബോ എന്താ വെച്ചിട്ട് ഒരു സ്റ്റോറി നിങ്ങളുടെ മനസ്സിലുണ്ടാക്കുക, നിങ്ങളുടെ ആളുകളെ വെച്ച്, ചുറ്റുമുള്ള ആളുകളെ വെച്ച് ഷൂട്ട് ചെയ്യുക, നിങ്ങൾ തന്നെ എഡിറ്റ് ചെയ്യുക, നിങ്ങൾ തന്നെ കാണുക, മറ്റുള്ളവരെ കാണിക്കുക, അതിന്റെ മിസ്റ്റേക്സ് നിന്ന് പിന്നെ പഠിക്കുക, വീണ്ടും ഫിലിം ഉണ്ടാക്കുക, വീണ്ടും ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാല്, ഈ തെറ്റുകൾ പറ്റിയാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത്. അല്ലാതെ എല്ലാം ശരിയായിട്ട് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റൂല. അപ്പൊ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് നമ്മൾ വാല്യൂ കൊടുക്കണം. എന്ന് വെച്ചാൽ ഇപ്പൊ വിമർശനാത്മകമായി പറയുമ്പോൾ ഇതിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ട് ഉണ്ടാകണം. ഇപ്പം മാം പറഞ്ഞതുപോലെ മക്കളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായി, അവര് ഇങ്ങനെ ഇത് എന്തിനാണ് പോയേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമുക്ക് അതിനകത്ത് നിന്ന് എന്തെങ്കിലും നമുക്ക് എടുക്കാനുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എടുക്കാം.
കാരണം മോൾക്ക് തീരെ വയ്യായിരുന്നു. ഒപ്പുള്ള ഉം. കുട്ടിക്ക് തീരെ വയ്യായിരുന്നു. ഇവൻ പറഞ്ഞു ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാം, അത്രയും വയ്യായിരുന്നു അവൾക്കമ്മ, അതുകൊണ്ട് ബസ് മനസ്സിലായി. സ്റ്റോപ്പിലേക്ക് ആക്കി കൊടുക്കാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ചെയ്തത് എന്നുള്ളത് അവൻ ഞങ്ങളോട് പറയുന്നുണ്ട്. പക്ഷെ ആളുകൾ ഉം. അത് പല കഥകൾ ഒക്കെ ആയിട്ടാണ് ഇപ്പൊ പുറത്തിറക്കുന്നത്. അല്ല, അത് നോക്കിയിട്ട് കാര്യം വെച്ചാല് ആളുകൾക്ക് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു, നമ്മുടെയും ഒരു ചിന്തയില്ല, നമ്മൾ പത്രങ്ങളോ മാധ്യമങ്ങളോ ഒക്കെ ഒന്ന് എടുത്ത് നോക്കൂ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും മുമ്പ് ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ആ ഫ്രണ്ട് ലൈൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കും. മിക്കവാറും നമ്മുടെ ന്യൂസിന്റെ ഹെഡ്ലൈൻ നെഗറ്റീവ് ആയിരിക്കും. പോസിറ്റീവായിട്ടൊരു വാർത്ത ഉണ്ടാവില്ല. ഇപ്പൊ പ്രിയദർശിനി സർവീസ് ആരംഭിച്ചു എന്നുള്ള ഒരു പോസിറ്റീവ് കാര്യമാണ്. അത് ഏതെങ്കിലും പത്രത്തിന്റെ മുക്കിലുണ്ടാവും. പക്ഷെ അവിടെ എന്തെങ്കിലും വിവാദപരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും ആളുകൾക്ക് എപ്പോഴും അവിഹിതമാണെന്നും അല്ലെങ്കിൽ പിഴച്ചുപോയി എന്നൊക്കെ വിശ്വസിക്കാനാണ് ആളുകൾക്ക് താല്പര്യം. അത് അത് നമ്മളെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് മനുഷ്യന്റെ മനസ്സ് അങ്ങനെയാണ്. അത് എപ്പോഴും നെഗറ്റീവിലേക്ക് ചാഞ്ഞിരിക്കുന്ന ഒരു മനസ്സാണ്. അവർക്ക് ആ വാർത്തകളെ കേൾക്കാൻ ഇഷ്ടം. ഇപ്പൊ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലെ ആളുകൾ ഇപ്പൊ ഫേമസ് ആവാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്, നെഗറ്റീവ് വാർത്തകളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. ഞാൻ ഈ അടുത്ത് ഇപ്പൊ നമുക്കറിയാം ഡൽഹിയിലെ പ്രക്ഷോഭമൊക്കെ നടക്കുന്നതാണ്. ഇപ്പൊ മോഹൻലാലിന്റെ മകള് വിസ്മയ ആ ഒരു സംഭവത്തെ അനുകൂലിച്ച് പോസ്റ്റ് ഇടുന്നു. അവരെല്ലാവരും കൂടി ട്രോളുന്നു. കുറെ BJP അനുകൂലമായിട്ടുള്ള ആൾക്കാർ അവരെ വഴക്ക് പറയുന്നു, ഇത് പറയുന്നു. ഞാൻ ഇതിനെ കാണുന്നത് വളരെ ഒരു എന്താ പറയാ, ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ആയിട്ട് കാണുന്നത്. എനിക്ക് തോന്നിയത് പേളി മാണി അതുപോലെ തന്നെ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുമിച്ച് പോസ്റ്റ് ഇടുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മള് ഈ ആളുകളെ ഇങ്ങനെയാണ് കുറെ ആൾക്കാരെ ചീത്തകളെ ഒരു പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മോഹൻലാലിന്റെ മകളുടെ മൂവി അടുത്ത മാസം റിലീസ് ചെയ്യാണ്. ഇതുവരെ മോഹൻലാലിന്റെ മോളെ ആർക്കും അറിഞ്ഞൂടാ. മോഹൻലാലിന്റെ മോൾക്ക് ആർക്കും അറിയില്ല. മോഹൻലാലിന്റെ മകളാണെന്ന് അറിയാം, അല്ലാതെ അവരൊരു മെയിൻ ഫിഗറിലേക്ക് വന്നിട്ടില്ല. പക്ഷെ ഒരൊറ്റ പോസ്റ്റ് കൊണ്ട് എല്ലാവരും മായ എന്ന് പറയുന്ന, വിസ്മയ എന്ന് പറയുന്ന മോഹൻലാലിന്റെ മകളെ പറ്റി ആൾക്കാർ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. വളരെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ഇനിയിപ്പോ അവളൊരു ശക്തിയുടെ പ്രതീകം ഒക്കെ അപ്പൊ ഈ തെറി കേട്ടോണ്ടാണ് ഇത്രയും ആളുകൾ ഇവരെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തെറിയായിട്ട് ഫേമസ് ആയി. ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരാളുടെ ഒരിടയ്ക്ക്, നിങ്ങൾക്ക് എത്ര പേർക്ക് അയാളുടെ പാട്ടൊക്കെ ഭയങ്കര ഫേമസ് ആണ്. രാത്രി ശുഭരാത്രി ഇനി എന്നും കാമാക്ഷി എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ട്. ശരിക്കും യൂട്യൂബിൽ അയാളെ തെറി വിളിക്കാൻ വേണ്ടി ആൾക്കാർ പാട്ട് പാടായിരുന്നു. പക്ഷെ അയാള് തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്നെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളെ ആരെങ്കിലും മലയാളി ഹൗസ്, അന്ന് ബിഗ് ബോസ് വന്നിട്ടില്ല, നിങ്ങളെ ആരെങ്കിലും മലയാളി ഹൗസിലേക്ക് വിളിച്ചോ? ഒരു ദിവസം മലയാളി ഹൗസിൽ നിൽക്കണ എനിക്ക് 5 ലക്ഷം വെച്ച് കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ഇത്ര രൂപ ഉണ്ടാക്കി. നിങ്ങൾ എന്നെ തെറി വിളിച്ചുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? തെറി വിളിച്ച നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മളൊരാളെ കമന്റ് ചെയ്ത് തെറി വിളിക്കുമ്പോൾ അവന്റെ റീച്ച് കൂടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവൻ മോശമായിട്ട് പോലെ ഇപ്പൊ എന്ത് വൃത്തികെട്ട വീഡിയോ ആടാ എന്ന് പറഞ്ഞ ഒരാൾ കമന്റ് ചെയ്യുമ്പോൾ ഗൂഗിൾ അൽഗോരിതം എന്താണ് ചിന്തിക്കുന്നത്, ഇയാൾക്ക് ഇത്രയും കമന്റ്സ് കിട്ടുന്നുണ്ട്, അതായത് ഇത് ഇത്രയും ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇതിനൊക്കെ വളരെ പോസിറ്റീവായിട്ട് എടുക്കണം. ഒരിക്കലും പേഴ്സണൽ ആയിട്ട് എടുക്കരുത് ലൈഫിൽ. ഞാൻ ഈ ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിലും നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. മറ്റുള്ളവരുടെ വാക്കിനാൽ നിങ്ങൾ മുറിക്കപ്പെട്ടവരാണ്, മുറിപ്പെട്ടവരാണ്. ഇനി മുതൽ ബി മാജിക്കിൽ വന്ന നിങ്ങളുടെ മുറിവുകളൊക്കെ ഉണങ്ങട്ടെ. വാക്കുകൊണ്ട് മുറിപ്പെടാതെ അതിനകത്ത് ക്രിയേറ്റീവായിട്ട് പോസിറ്റീവായിട്ട് എടുക്കാനുള്ള കാര്യങ്ങൾ എടുക്കുക. ബാക്കിയെല്ലാം ചിരിച്ചു തള്ളാനുള്ള ഒരു വലിയ മനസ്സ് നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി ദ ഹീറോസ് ഇൻ ദ ഫ്യൂച്ചർ. Thank you so much. Over to you, Sri Isma. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എല്ലാ ക്ലാസ്സുകളും പോലെ തന്നെ ഒരു ഐ ഓപ്പണിംഗ് സെഷൻ ആയിരുന്നു. വളരെ സിമ്പിളായിട്ട് തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളെല്ലാവരും ചിന്തിച്ചു കൂട്ടുന്ന ചില വിഷയങ്ങളാണ്. ആരും നമ്മളെ പർപ്പസ്ഫുള്ളി വേദനിപ്പിക്കണം എന്നോർത്ത് പറയുന്നതായിരിക്കില്ല. പക്ഷെ ചില കാര്യങ്ങൾ ഇങ്ങനെ ആൾക്കാർ പറയുമ്പം എനിക്കും തോന്നാറുണ്ട്, നമ്മൾ അതോർത്ത് ദിവസങ്ങളോളം അയ്യോ അവരങ്ങനെ പറഞ്ഞല്ലോ എന്നോർത്തൊരു വിഷമം കൊണ്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷെ അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. എനിവേ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. Thank you. അപ്പോൾ ഫീഡ്ബാക്ക് പറയാനായി മറ്റു ടീം മെമ്പേഴ്സിനെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് സാർ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കാരണം ഇപ്പൊ സാർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഫോൺ ബെല്ലടിക്കുമ്പോൾ എന്തോ ശുഭവാർത്ത പറയാനായിരിക്കും ഫോൺ ബെല്ലടിക്കുന്നത് എന്നുള്ള ചിന്താഗതിയോടെ തന്നെയാണ് ഫോൺ എടുക്കുന്നത്. പക്ഷെ അതിൽ നെഗറ്റീവ് വന്നാലും എന്തോ മനസ്സിനെ അത് ബാധിക്കുന്നില്ല.
അതുപോലെ ഇന്നത്തെ ക്ലാസ് കേട്ടപ്പോൾ ഇതുപോലെ ആവാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ സാധിക്കുമെന്ന് അറിയില്ല. ഒരു ചെറിയ പ്രശ്നം പോലും അത് മനസ്സിലെടുത്ത് അവർ മറന്നു പോയാലും അത് മറക്കാതെ മനസ്സിൽ കൊണ്ടുവേണമെന്ന് എത്ര ദിവസം അത് ആലോചിച്ച് ഇങ്ങനെ മനസ്സ് കൊണ്ടാക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇതുപോലെ ആയിത്തീരണം ഞാൻ ശ്രമിക്കും. നടന്നാൽ ഭാഗ്യമെന്നായിരുന്നു. താങ്ക് യു സർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മേഘ. നടക്കും മേഘ. നമ്മളിപ്പോ ഇത്രയും മാറിയില്ല, ഇനിയും മാറും. മാജിക് മോർണിംഗ് മാജിക് മോർണിംഗ് സാർ. ഇന്നത്തെ ക്ലാസ് എനിക്ക് വേണ്ടിയിട്ടാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം 2-3 മാസം കൊണ്ട് എനിക്ക് ഒരു പ്രശ്നം, നമ്മളെ മക്കളെക്കാൾ സ്നേഹിച്ച് വളർത്തിയ 2 കുട്ടികളും അവരുടെ ഈ പറഞ്ഞതുപോലെ ഞാനല്ല, സാർ പറഞ്ഞ മുറിവേറ്റവര് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും എന്നുള്ളത് അവർക്കതൊരു ഹാബിറ്റാണ്. അതിലൂടെ എന്താണ് അവർക്ക് അതിൽ കിട്ടുന്ന സന്തോഷം എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ അത് ഇവര് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഇതിന്റെ ഇടയിൽ ബൈ ചാൻസ് ഞാനും പെട്ടുപോയി ഇങ്ങനെ ഒരു സംസാരത്തിൽ. അപ്പൊ നമ്മൾ ഒരുപാട് സ്നേഹിച്ച കുട്ടികളായപ്പോ അവര് നമ്മളെ എല്ലാവരും ഒഴിവാക്കിയപ്പോ അവരെല്ലാരെയും മൊത്തത്തിൽ അങ്ങ് ഒഴിവാക്കി. അപ്പൊ അത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം. സംഭവം നടന്നിട്ട് മെയ് 31-ാം തീയതിയാണ്. പക്ഷെ ഇന്നലെ വരെയും എന്നെ അത് വിട്ട് മാറിയിട്ടില്ല. ഞാൻ ഇന്നലെയും അതോർത്ത് സങ്കടപ്പെട്ടു. കാരണം ഈ മുറിവ് ഏൽപ്പിക്കുന്ന ആളെന്ന് പറയുന്നത് പുള്ളി വളർന്ന സാഹചര്യം ആവാൻ എന്താണെന്നത്. പക്ഷെ എന്തിനും ഏതിനും ഈ രീതിയിൽ പുള്ളിക്ക് സംസാരിക്കാൻ അറിയാവും. ആരോടും ഏത് രീതിയിലായാലും ഇങ്ങനെ സംസാരിക്കാനും പുള്ളിക്ക് അറിയാവുള്ളൂ. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മളത് വേണ്ട, പുള്ളി വളർന്ന സാഹചര്യമാണ് സാർ പറഞ്ഞതുപോലെ, അത് അവർ വളർന്ന രീതിയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ ആയിരിക്കാം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നാലും പറയുന്ന വാക്കുകൾ ഭയങ്കരമായി വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ആ കുട്ടികളെ അത് വേദനിപ്പിച്ചു. അപ്പൊ അവര് മൊത്തത്തിൽ എല്ലാവരും അവരങ്ങ് ഒഴിവാക്കി. അപ്പൊ അതില് നമ്മൾ പെട്ടുപോയി എന്നുള്ള വേദനയിൽ ഭയങ്കരമായ ഒരു സങ്കടത്തിലാണ്. ഞാനിപ്പോ ഒരു 3 മാസം കൊണ്ട് ഈ ഒരു വിഷമത്തിലാണ്. അപ്പൊ അത് എങ്ങനെ അതിനെ ഓവർകം ചെയ്യണം എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ മറ്റുള്ളവരുടെ വേസ്റ്റ് നമ്മളെ തട്ടപ്പോഴത്തേക്ക് നമുക്കെടുക്കാവുന്നുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളതിനെ കളയണം എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ ദിവസവും നമുക്കിത് തന്നെയാണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. കാരണം അടുത്തടുത്ത് താമസവും ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ദിവസവും നമുക്കത് കേൾക്കണ്ട എന്ന് വിചാരിച്ചാൽ പോലും നമ്മളൊന്നും വേണ്ട, ഇതെല്ലാം കഴിഞ്ഞ് നല്ല മൈൻഡ് ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും ഒരു കാരണമായിട്ട് രാവിലെ ഉണ്ടാവും. അപ്പൊ നമുക്കത് കേട്ടേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആ കാര്യങ്ങൾ മുഴുവൻ പോകും. പിന്നെ നമ്മുടെ പഴയതിലോട്ട് പോകും. അതിനെ തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് എന്ത് ചെയ്യണം എന്നുള്ളതിന് ഒരു പിടുത്തവും ഇല്ല. പലപ്പോഴും ചിന്തിക്കുക, പറയുന്നവര് പറയണ രീതിക്കൊക്കെ പറഞ്ഞോട്ടെ, നമുക്കത് എടുക്കണ്ട എന്ന് വിചാരിച്ചാൽ പോലും. പക്ഷെ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുമ്പോഴത്തേക്കും അവരെ ഒരു സാഹചര്യം അതാണ്. പക്ഷെ നമ്മളോട് അത് പറയുമ്പോൾ നമ്മളത് എടുക്കുമ്പോൾ നമുക്ക് എന്നും ആവുമ്പോഴത്തേക്കും അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അതൊരു വേദനയാണ്. പക്ഷെ ഇന്നിപ്പോ സാറ് പറഞ്ഞതുപോലെ, ഇപ്പൊ മേഘ മാഡം പറഞ്ഞതുപോലെ ശ്രമിക്കാം അതിൽ നിന്നൊന്ന് ഒഴിവായി വരാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞതുപോലെ, ഇപ്പൊ അന്ന് പറഞ്ഞതുപോലെ ഫോൺ ബെല്ലടിക്കുമ്പോൾ നല്ല കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഇനി സംഭവിച്ചതുമല്ല, ഇനി സംഭവിക്കുന്നത് എന്തെങ്കിലും നല്ലതിനായിരിക്കും, ഇപ്പൊ സംഭവിച്ചതല്ല ഇനി സംഭവിക്കാൻ പോണത് നല്ലതിനായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ എന്ന് ചിന്തിച്ചു തുടങ്ങിയതും ഞാനാണ് ഇഷ്ടം. അങ്ങനെ വിചാരിക്കാം അല്ലെ, മാറും എന്ന്. നമ്മൾ മാറിയ കാര്യങ്ങളും മാറും അല്ലേ എന്ന് ചിന്തിക്കുക. യെസ്. താങ്ക് യു ദുബാല മാം. താങ്ക് യു സോ മച്ച്. സാർ പറഞ്ഞു. അമസോ സാർ പറഞ്ഞോളൂ. മ്യൂട്ടാണ്. ഇന്നത്തെ ക്ലാസ് നല്ല ടോപ്പിക് ആയിരുന്നു. കാരണം ഒരുപാട് അനുഭവം ഉണ്ട്. കൂടുതൽ സമയമില്ല വിശദീകരിക്കാൻ. എങ്കിലും ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഷോപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ ചെറിയ വെള്ളടിച്ചു തോന്നുന്നുണ്ട്. ഭയങ്കര ഗൗരവത്തോട് സംസാരിച്ചപ്പോൾ ഞാൻ ഉള്ളതെല്ലാം കേട്ട് നിന്ന്. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ കൂടുതൽ പ്രതികരിക്കാൻ നിന്നു. പിന്നീട് കുറെ കഴിഞ്ഞ ശേഷം അയാള് ബസ്സിൽ കണ്ടക്ടറായി ജോലി സമയത്താണ്. കാരണം അന്നലത്തെ അവസ്ഥ, ഫാമിലിയിൽ ചെറിയ പ്രശ്നം ഉണ്ടായിട്ടാണത് നമ്മുടെ അടുത്ത് വന്നത്. ഈ ക്ലാസ്സിലൂടെ എനിക്ക് മനസ്സിലാക്കിയത്, സാർ പറഞ്ഞ പോലെ തന്നെ അവരുടെ വിഷയങ്ങളിൽ നമ്മളെ അടുത്തേക്ക് വന്നിട്ട് അത് പ്രതികരിച്ചത്. പക്ഷെ അത് അന്നേരം ഞാൻ കൂടുതൽ എതിർക്കുകയാണെങ്കിൽ അത് വലിയ വഷളായിരുന്നു. 4 ആളുകൾ ആ ഷോപ്പിലേക്ക് വന്നിട്ട് ആള് കൂടണ്ടേ. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കാതെ എന്നെ അവിടുന്ന് മാറി നിന്നുകൊണ്ട് എന്തായി, ഇത്രയും വിഷയങ്ങൾ അത് ഒഴിവാകാൻ പറ്റി. അതിപ്പം ഇത്രയും ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്റെ കാര്യം മനസ്സിലായിരുന്നു. നന്നായിട്ടുണ്ട് ഈ ക്ലാസ്. ഇനി ഇത്രയും വിഷയങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്കൊരു പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും. താങ്ക് യു. നല്ല ക്ലാസ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. മാജിക് മോർണിംഗ് സാർ വളരെ നന്നായിരുന്നു. ശരിക്കും നല്ലൊരു കോൺഫിഡൻസ് കിട്ടി. ശരിക്കും ഒരു പ്രൈസ്ലെസ് ക്ലാസ് തന്നെയാണിത്. അപ്പൊ ഇന്ന് ശരിക്കും നല്ലൊരു 3-4 എക്സാമ്പിൾസ്, സൂപ്പർ എക്സാമ്പിൾസ് ആണ്.
ആ കല്ലിന്റെ കാര്യമായാലും ശരി, നമ്മളെ ട്രെയിനിൽ കാര്യമായാലും ശരി, ആ ഗാർബേജ് ട്രക്കിന്റെ കാര്യമായാലും ശരി, പിന്നെ സാറിന്റെ കവിതയും അതുപോലെ മറ്റുള്ളവരുടെ വാക്കിനാൽ എന്നെ ചെറുതാക്കി എന്നുള്ള ആ ഒരു വളരെ പോസിറ്റീവായിട്ട് നമ്മളിൽ കൊള്ളുകയും നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടായി. കുറെ ഗാർബേജ് ഇപ്പൊ നമ്മളെ നിന്ന് ഒഴിഞ്ഞു പോയ പോലെയുള്ളത്. ശരിക്കും പറഞ്ഞാല് നമ്മളിത് പലതും വേണ്ടാന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ അവിടെ തങ്ങി നിൽക്കാറുണ്ട്. പക്ഷെ അതൊക്കെ ഇങ്ങനെ ഗ്രാജുവലി പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം മറ്റുള്ളവർ പറയുന്ന വാക്കുകളും അത് ഇതൊക്കെ എടുക്കേണ്ടത് എടുക്കുക, ബാക്കി തള്ളിക്കളയാന്നുള്ള. അപ്പം ഏതൊരു സിറ്റുവേഷൻ ആയാലും ശരി, ആൾക്കാരായാലും ശരി, ഒന്നും പേഴ്സണലായിട്ട് എടുക്കേണ്ടതില്ല എന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിലൂടെ വളരെ ഭംഗിയായിട്ട് സാർ പറഞ്ഞു. നമുക്കത് ഉപകാരപ്പെടുകയും ചെയ്തു. താങ്ക് യു വെരി മച്ച് സാർ. നന്നായിരുന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ശ്രീഷ്മ പോയോ? സാർ ഒരു സംശയം ചോദിക്കാനുണ്ട്. പറയൂ പറയൂ പറയൂ. അത് ഒരിക്കൽ ഒന്നും അല്ലായിരുന്ന കാലത്ത് എനിക്കൊരു സൗഹൃദം ഉണ്ടായി. പക്ഷെ ആ സൗഹൃദം കാരണം മെന്റലി ആയിട്ടും ഞാൻ ഒരുപാട് എനിക്ക് മാറ്റം ഉണ്ടായി. നല്ല രീതിയിൽ എനിക്ക് എല്ലാവരോടും പെരുമാറാനും, കാരണം ആ വിളിയും ആ പറച്ചിലും ഒക്കെയാണ് എന്നെ ഉയരത്തിലേക്ക് എത്തിച്ചതെന്നറിയാം. പക്ഷെ കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് നമ്മളെ വെറും പുച്ഛം പോലെ എപ്പോഴും കുറ്റപ്പെടുത്തലും ഒരു വിലയില്ലാതായി കാണുമ്പോൾ അതിൽ നിന്ന് മാറിപ്പോകുന്നതല്ലേ നല്ലത്? ആണ് ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ നമ്മള് ഞാൻ എപ്പോഴും ലൈഫിൽ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, അതെനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുണ്ട്. അതായത് നമ്മളെ ഇഷ്ടമല്ലാത്ത ഇടങ്ങളിൽ നിന്ന് നമ്മൾ പതുക്കെ, കാര്യം എന്തൊക്കെയാണെങ്കിൽ പോലും നമ്മൾ പതുക്കെ ഒരു അകന്ന് നിൽക്കണം, അല്ലെങ്കിൽ നമ്മൾ അകന്ന് പോരണം. അപ്പൊ നമ്മളിപ്പോ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരുന്നു, പക്ഷെ ഇപ്പൊ അവർ അങ്ങനെയല്ലെന്ന്. അപ്പൊ നമ്മൾ ഇവരെ ഓവർ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് ഇവരെ നമ്മൾ ഓവർ മിസ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ രണ്ട് കാന്തങ്ങള് നമ്മൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാല് ഒട്ടിയിരുന്ന് കഴിഞ്ഞാൽ ദർ ഇസ് നോ അട്രാക്ഷൻ ഇല്ലേ? നമ്മൾ രണ്ട് കാന്തങ്ങൾ ഒട്ടിച്ച് അവിടെ പിന്നെ വലിയ അട്രാക്ഷൻ ഇല്ല, രണ്ടുപേരും ഒട്ടിയിരിക്കുകയാണ്. ഒരുപാട് അകത്തി വെച്ച് കഴിഞ്ഞാലും ഒരു അട്രാക്ഷൻ ഇല്ല, കാര്യം ആ വേവ്സ് തമ്മിലില്ല. പക്ഷെ ഒരു കാന്തിക വലയം വരാവുന്ന രീതിയിലൊന്ന് ഒരു ഗ്യാപ്പ് വിട്ട് വെക്കുക ലൈഫിൽ, അപ്പോഴാണ് ശരിക്കും റിയൽ അട്രാക്ഷൻസ് വരാൻ. അപ്പം ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, ഞാൻ മിക്കവാറും എല്ലാവരുടെ അടുത്തും ഞാൻ തന്നെ എൻ്റെ തന്നെ ഒരു കവിതയിലൂടെ ഞാൻ എഴുതിയ പോലെ, നീ ആഗ്രഹിക്കുന്ന കണ്ണാടിയാവാം ഞാൻ എന്ന് പറഞ്ഞു. അപ്പൊ നിനക്കിപ്പോ എന്നെ വേണമെങ്കിൽ ഞാൻ അവൈലബിൾ ആണ്, നിനക്ക് വേണ്ടെങ്കിൽ നോ പ്രോബ്ലം. കാര്യം ഒരിക്കലും എൻ്റെ ഐഡന്റിറ്റി, ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞതുപോലെ ഈ ക്ലാസ്സിലൊക്കെ പറഞ്ഞപ്പോൾ, എൻ്റെ ഐഡന്റിറ്റി ഒരിക്കലും മറ്റൊരാളുടെ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി കൊണ്ട് ചെറുതാവാനോ വലുതാവാനോ അല്ല. ഇഫ് യു ലൈക്ക് മീ, ഐ ആം ദർ. ഇപ്പൊ നിങ്ങളെ ഈ പറഞ്ഞ വിഷമിപ്പിക്കുന്ന വിലയില്ലാതെ കാണുന്ന ആള് നാളെ നിങ്ങളോട് വളരെ സ്നേഹത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾ വീണ്ടും അവരുമായിട്ട് എടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ അപ്പുറത്ത് വേണ്ടെങ്കിൽ വേണ്ട. കാരണം ഞാൻ എന്നിൽ ഹാപ്പിയാണ്, എന്നിൽ സാറ്റിസ്ഫൈഡ് ആണ്, ഞാൻ ഓക്കെയാണ്. നിങ്ങൾക്ക് എപ്പോ വേണോ സപ്പോർട്ട് വേണോ അപ്പൊ ഞാൻ തരാൻ തയ്യാറാണ്. അങ്ങനെ തന്നെ നിന്നാൽ മതി. നമ്മളെപ്പോഴും പതുക്കെ ഒരു ഗ്യാപ്പ് ഇട്ട് നമ്മൾ അകന്ന് നോക്കി, അപ്പൊ തീർച്ചയായിട്ടും കുറച്ച് കഴിയുമ്പോൾ അവര് നമ്മളേക്ക് അടുക്കും. നമ്മൾ എന്ത് തെറി പറഞ്ഞാലും പോവില്ല, എന്ത് നാണം കെടുത്തിയാലും പോവില്ല. നമ്മൾ അവരെ ഉപദ്രവിക്കരുത് ഒരിക്കലും. പക്ഷെ നമ്മൾ പതുക്കെ ഒന്നൊരു ഗ്യാപ്പ് ഇട്ട് പതിയെ പതിയെ ഓക്കെ നീ പറയേണ്ടത് പറഞ്ഞോ, നീ വിലയില്ലെങ്കിൽ കുഴപ്പമില്ല, പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ വരുമ്പോ അപ്പോഴാണ് ശരിക്കും ഒരു റിയൽ പവർ നമുക്കത് മനസ്സിലാവുക. നമ്മൾ ഒരുപാട് ഒട്ടി നിൽക്കുമ്പോൾ അവർക്ക് അതിന്റെ വില മനസ്സിലാവില്ല. ജീവിതത്തിൽ പല ആളുകളും, ഞാൻ പലരും ഉപദേശിക്കാറുണ്ട്, പല ആൾക്കാരെ രക്ഷപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട്. ഇപ്പൊ ഇന്നലെ കൂടി ഒരാൾ വിളിച്ച് എന്നോട് പറഞ്ഞു, കാര്യം നമ്മുടെ പ്രയോറിറ്റീസ് ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ അവർക്ക് വേണ്ടി നമ്മുടെ ഉള്ളതും ജീവിതവും ജീവനവും എല്ലാം നമ്മൾ ഒഴിവാക്കി അവർക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇവന്മാർക്കൊന്നും ഒരു വില ഉണ്ടാവില്ല എന്ന്. അപ്പൊ നമ്മുടെ ഇഷ്ടം നമ്മൾ നോക്കണം, നമുക്ക് നമ്മളൊരു വില കൊടുക്കണം. അപ്പൊ തീർച്ചയായിട്ടും മറ്റുള്ളവർ നമ്മളെ വില വെക്കാനായിട്ട് തുടങ്ങും. അപ്പൊ അതുകൊണ്ട് മേഘയോടുള്ള എന്റെ അഭിപ്രായം അത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളൊരു ഗ്യാപ്പ് ഇട്ടോ, അവരുടെ വിളിക്കോ അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടിനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. പതുക്കെ വലിയ കുറെ കഴിയുമ്പോൾ ഇപ്പൊ അവർ തിരിച്ചു വന്നാൽ നമ്മൾ അവരെ ഉപേക്ഷിക്കരുത്. നീ അന്ന് അങ്ങനെ എന്നോട് പറഞ്ഞല്ലേ എന്ന് നമ്മൾ അങ്ങനെ കുത്തുവാക്കുകളൊന്നും വേണ്ട. അപ്പം നല്ല രീതിയിൽ തന്നെ പെരുമാറാം. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മോശമായോ വീണ്ടും പോവും. അപ്പൊ നമ്മൾ ഒരിക്കലും, ഞാൻ പറഞ്ഞതിന്റെ ഒരു അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ നിലനിൽപ്പ് അവരെ ഡിപ്പെൻഡ് ചെയ്താൽ നിൽക്കരുത്. നമ്മൾ നമ്മുടെ കാലിൽ നിൽക്കുക. അതിൽ നമുക്ക് എത്രയോ പേർക്ക് സമാധാനവും സന്തോഷം കൊടുക്കാൻ പറ്റും, അതൊക്കെ കൊടുക്കുക. നാളെ ഇവര് സങ്കടപ്പെടുമ്പോൾ നമ്മൾ പോയി ആശ്വസിപ്പിക്കണം. എന്നെ ബുദ്ധിമുട്ടിച്ചാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും മാറി നിൽക്കരുത്. താങ്ക് യു സാർ. എനിക്ക് വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടായ ഒരു സംഭവമായിരുന്നു. ഒരു താങ്ക് യു. എന്റെ അഭിപ്രായം അതാണ്, ഞാനതാ ഫോളോ ചെയ്യാറ് മാക്സിമം. ഇപ്പൊ എന്നൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന, ഞാൻ ഈ പറഞ്ഞ പോലെ, നിങ്ങൾ പറഞ്ഞ പോലെ ഞാനൊക്കെ മെന്റർ ചെയ്ത് വളരെ രീതിയിൽ കൊണ്ടുവന്ന ആൾക്കാർ അവർ ജോലിയൊക്കെ മാറി അത്യാവശ്യം നല്ല പൊസിഷനും അവിടെ കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മൾ ചവിട്ടി. അപ്പൊ നമ്മൾ പിന്നെ വിളിക്കാണ്ടായി. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു വേദന പ്രശ്നം വന്ന സമയത്ത് അവർ ആദ്യം ഓർത്ത് തന്നെയാണ് മെന്റലി കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്ന അവർക്ക്. അവരുടെ മോന്റെ ഇതുപോലെ മോൻ
ഒരു പെൺകുട്ടീനെയും കൊണ്ട് ബൈക്കിന് പോയി പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായി, ആ പെൺകുട്ടി മരിച്ചു. ആ ആ, ഇവർക്കും ആ കുട്ടീനെ ഇഷ്ടമായിരുന്നു. അപ്പൊ പിന്നീട് വല്ലാണ്ട് അതൊരു ഇഷ്യൂ ആയി. അവർ മെന്റൽ ട്രോമയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ആദ്യം ഓർത്തത് അവർ എന്നെയാണ്. എന്നെ വിളിച്ചു, അവരുടെ ഹസ്ബൻഡാണ് എന്നെ വിളിച്ചത്. ഓസ്ട്രേലിയയിൽ നിന്ന് വരൂ, അവൾക്ക് നിന്നെ കാണുന്നുണ്ട്. ഞാൻ പോയി കണ്ടു, സംസാരിച്ചു, വളരെ സ്നേഹമായി. ഇപ്പൊ അവള് നോർമലായി. ഇപ്പൊ അവള് വലിയ കാര്യമായിട്ട് എന്നോട് അടുക്കണില്ല. മീൻസ് എന്താ സെൻസ് എന്നെ അങ്ങനെ വിളിക്കാറില്ല, ഞാനും പിന്നെ അങ്ങനെ വിളിക്കാറില്ല. അപ്പൊ ദാറ്റ്സ് ഓക്കെ. ഇനിയിപ്പോ നാളെ അവൾക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ സപ്പോർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മൾക്ക് നമ്മളിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യാതെ നിന്ന് കഴിഞ്ഞാല് നമുക്ക് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. സമയം കഴിഞ്ഞു തീർച്ചയായും. പോയി. ഹോസ്റ്റൽ സാർ ഷൈനി മാം പറഞ്ഞു. ആ സാർ, ഓരോ ദിവസവും സാറിന്റെ ഓരോ ക്ലാസ്സും ഭയങ്കര ലെവലിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച സാറ് പറഞ്ഞ ആ ക്ലാസ്സിന്റെ ആ ഒരു വാല്യൂ. അപ്പോഴും നമ്മളത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കാണ് അത് കൂടുതൽ കൂടുതൽ സാറിന് ഓർക്കുന്നത്. അപ്പോൾ അത്ര മികച്ച ക്ലാസ്സാണ് സാർ ഇപ്പം തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് നമ്മൾ വീണ്ടും വീണ്ടും ഞാൻ കഴിഞ്ഞ ക്ലാസ് അത് വേറെ ആളുടെ അടുത്ത് കൊടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അത് യൂട്യൂബിൽ കിട്ടിയില്ല. ഉം. അപ്പോഴ് അതുപോലെ തന്നെ ഇപ്പൊ സമയം കഴിഞ്ഞു പോയി. എന്താണ് പറയണ്ട, ഒരാൾക്ക് ജീവിതത്തിൽ ഗുണം ചെയ്യുന്ന ക്ലാസ്സുകളാണ് ഇപ്പൊ സാർ ഓരോ പ്രാവശ്യവും തന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും മികച്ച ക്ലാസ് സാർ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഷൈനി, താങ്ക് യു. ശ്രീഷ്മ, നമുക്ക് നിർത്തിയാലോ? യെസ് സാർ. താങ്ക് യു എവറി വൺ. അപ്പോൾ സാർ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തിയതിനും ഇതുപോലെ നല്ല നല്ല ക്ലാസ്സുകൾ തരുന്നതിനും ഓസ്റ്റിൻ സാറിനും ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. See you tomorrow. Thank you all. താങ്ക് യു. താങ്ക് യു ഓസ്റ്റിൻ സാർ. താങ്ക് യു ഓൾ. Thank you, sir. Thank you all. Thank you, Hostel sir.